ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാന ഹസ്തേനൈകേന പദ്മം സിതമപി ച സുഖം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നുയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു ജന്മവ്യാധിജരാ വിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേതസാദാസീദ
സാക്ഷാത് രാമായണാത്മനാ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം വരദാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസം, രാമായണ മാസം 2ാം ദിവസത്തേക്ക് സുസ്വാഗതം. ഇന്നലെ വരാത്തവർക്കും സ്പെഷ്യലായിട്ട് സ്വാഗതം. ഇന്നലെ നമ്മള് രാമായണ മാസാരംഭം ഇവിടെ ഈ മാസം, ഈ വർഷം വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓടിച്ചൊന്ന് കാണുക എന്ന് മാത്രമേ സാധിക്കുള്ളൂ. എങ്കിലും വാൽമീകി രാമായണം ഓടിച്ചു കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലെല്ലാം ഉണ്ട്. കാരണം അതിന്റെ വർണ്ണനാ രീതികൾ അങ്ങനെ അത്രയും വിശദമായിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ദിവസം തന്നെ ഒരു സർഗത്തിലെ കുറച്ച് ഭാഗങ്ങളെ കണ്ടുള്ളൂ. മുഴുവൻ എന്തായിരുന്നു? ശ്രീരാമസ്വാമിയെ വർണ്ണിക്കുന്നതായിരുന്നു. ഇതുപോലെയാണ് ഇനി ഓരോ ഭാഗങ്ങളും പല വർണ്ണനകളും ചിലപ്പോൾ ആവർത്തനങ്ങളും ആയിരിക്കും. എങ്കിലും അത് എത്ര ആസ്വദിച്ചാലും ആ ആസ്വാദന ക്ഷമതയുള്ളവർക്കത് മതിയാവില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കാലം അഥവാ സമയം കുറവേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ചുരുക്കി കാണുക എന്നേ നിവൃത്തിയുള്ളൂ. ആവർത്തനം വരുന്നിടത്ത് നമ്മൾ ഓടിച്ചു വിടുക. ബാക്കി പ്രധാന കഥാസന്ദർഭങ്ങളെ കുറച്ചുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്കീമാണ് നമുക്കിവിടെ പറ്റുള്ളൂ. നമുക്ക് ആവും പോലെയൊക്കെ നോക്കാം. ശരി, ഇങ്ങോട്ട് തിരിച്ചോളൂ. വിളക്കിലേക്ക് പോകാം.
പൊടിക്ക് ഒന്നുമില്ല. നമ്മൾ ഇന്നലെ അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ സർഗം, ഒന്നാം സർഗം 40 ശ്ലോകങ്ങളാണ് ഇന്നലെ കണ്ടത്. ബാലകാന്ഡത്തിന്റെ അവസാനം ശ്രീരാമന്റെ വിവാഹമായിരുന്നു. അവിടുന്ന് ഘോഷയാത്രയായിട്ട് വരുന്ന വഴിക്കുള്ള ആ ഭാർഗവ ദർഭശമനമെല്ലാം കഴിഞ്ഞ് അയോധ്യയിൽ വന്ന് വസിക്കുകയാണ്.
വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഭരതശത്രുഘ്നന്മാരെ മാതുലൻ കേകയ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അശ്വപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യുധാജിത്ത് എന്നും അറിയപ്പെടുന്നു. അപ്പൊ അമ്മാവനാണ് ഭരതനെ വിളിച്ചപ്പോ ഭരതൻ കൂടെ ഇണപിരിയാത്ത തന്റെ നിഴല് പോലെ നടക്കുന്ന ശത്രുഘ്നെയും കൂട്ടിയിട്ട് പോയി. ശത്രുഘ്നും അത് സന്തോഷമായിട്ട് തന്റെ ജ്യേഷ്ഠനെ സേവിക്കാനുള്ള അവസരമാക്കി അത് എടുത്തു. അങ്ങനെ അവരവിടെ വസിക്കുകയാണ്. അവിടെ ഈ അശ്വപതി രാജാവിന് മക്കളില്ലാത്തതുകൊണ്ട് ഭരതനെ മകനെ പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു 12 വർഷത്തോളം കഴിയുന്നുണ്ട്. എന്നിട്ടാണ് രാജ്യ അഭിഷേകത്തിനുള്ള ആലോചന വരുന്നത്. ഏകദേശം 16 വയസ്സുള്ളപ്പോഴാണ് ശ്രീരാമന്റെ വിവാഹം. 27 വയസ്സ് കഴിഞ്ഞിട്ടാണ് രാജ്യ അഭിഷേകത്തിനുള്ള ആലോചന. അത് കഴിഞ്ഞിട്ടാണ് 14 വർഷം വനത്തിലേക്ക് പോകുന്നത്. ഏകദേശം 41 വയസ്സുള്ളപ്പോഴാണ് വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു രാമന്റെ ജീവിതത്തിലുള്ള ആ കാലങ്ങളെ കുറിച്ച് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ കാലത്തിന്റെ അകത്ത് ഈ 10-12 വർഷം അല്ലെങ്കിൽ അതിനു മുമ്പും അല്ലെ, വിവാഹത്തിന് മുമ്പും ശ്രീരാമൻ ജനിച്ചു വളർന്നതും അയോധ്യയിൽ തന്നെയാണ്. അപ്പൊ ആ ബാല്യം മുതൽക്ക് അവിടെയുള്ള പ്രജകൾക്കും അതുപോലെ മന്ത്രിമാർക്കും സേനാനായകന്മാർക്കും പൗരപ്രമുഖന്മാർക്കും എല്ലാവർക്കും രാമന്റെ ആ സ്വഭാവ വിശേഷങ്ങള് അടുത്ത് അറിയുകയാണ്. ആ രാമന്റെ ഗുണഗണങ്ങളെയാണ് അദ്ദേഹം രാജാവാകാൻ ഏറ്റവും യോഗ്യനാണ് എന്നുള്ളതാണ് ഇന്നലെ വാൽമീകി മഹർഷി വർണ്ണിച്ചത്, നമ്മൾ വായിച്ചു പറഞ്ഞത്. അത് തന്നെ ദശരഥനും കാണുന്നു. ദശരഥൻ തന്നേക്കാൾ കേമനായിട്ടാണ് തന്റെ പുത്രനെ കണക്കാക്കുന്നത്. അദ്ദേഹം സ്വയം താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എന്നേക്കാൾ എല്ലാം കൊണ്ടും ഗുണങ്ങളിൽ വെച്ച് ഗുണവത്തരനാണ്, പ്രജകൾക്ക് എന്നേക്കാൾ ഇഷ്ടം രാമനെയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ആ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല, അല്ലെങ്കിൽ വിമർശന ബുദ്ധിയാ തന്നെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ രാമനോടുള്ളതായിട്ടുള്ള അതിയായ വാത്സല്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാമനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിൽ സ്വയം ആഗ്രഹിക്കുന്നു. കഴിയുന്നതും വേഗം രാമനെ രാജാവായി കാണാനുള്ള ഒരു മനോരാജ്യവുമായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ഉള്ളില് ആ രാമനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ വർണ്ണിച്ച് വെച്ചത്. ഇനി അദ്ദേഹം ഈ അധ്യായത്തിന്റെ ഈ സർഗത്തിന്റെ അവസാന ഭാഗത്ത് തന്റെ മന്ത്രിമാരോടുകൂടി ആലോചിച്ചുകൊണ്ട് പൗരപ്രമുഖരെ അഥവാ പ്രകൃതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ സഭയുണ്ട്. നമ്മുടെ ഇന്നത്തെ ജനാധിപത്യത്തെക്കാൾ കേമാണ് ദശരഥന്റെ രാജ്യഭാരകാലത്തുള്ള വ്യവസ്ഥ എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം. അദ്ദേഹം ആ ഓരോ ഗ്രാമത്തിലും ഓരോ വിഭാഗത്തിലുമുള്ളതായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ജനസഭ എന്ന് തന്നെ പറയാം. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതില് മേൽനോട്ടം വഹിക്കുന്നവരും അഭിപ്രായം പറയുന്നവരുമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ വിളിച്ചുകൂട്ടി അവരോടുകൂടെ തന്റെ അഭിപ്രായം തുറന്ന് പറയുകയാണ്, തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എനിക്കിതാണ് ശരിയെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പുണ്ടോ, അതോ നിങ്ങൾക്ക് വേറെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിതാ വായിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ അധ്യായത്തില് സർഗത്തിൽ കുറച്ച് ശ്ലോകങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി വായിച്ചു തീർത്ത് ഓടിച്ചു പറയാം. അപ്പൊ രാമന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു കഴിഞ്ഞ് പറയണം. അന്യപാർത്ഥിവദുർലഭൈ ശിഷ്ടൈരപരിമേയൈശ്ച ലോകേ ലോകോത്തരൈർഗുണൈഃ തം സമീക്ഷ്യ മഹാരാജോ യുക്തഃ സമുദിതൈ ശുഭൈഃ നിശ്ചിത്യ സചിവൈ സാർദ്ധം യുവരാജം അമന്യത. മുമ്പ് പറഞ്ഞതായിട്ട് ഏതൈർ വിവിധൈ തൈസ്തൈ,
ഇങ്ങനെ വിവിധങ്ങളായ അതാത് ഗുണങ്ങളെ കൊണ്ടും അന്യപാർത്ഥിവ ദുർലഭൈഹി എന്ന് പറഞ്ഞിട്ട് മറ്റ് രാജാക്കന്മാരിൽ ഒന്നും ഈ രാമനിലുള്ള ഗുണങ്ങളൊന്നും കാണുകയേ ഇല്ല. അത് അവരിൽ ദുർലഭമായിട്ടുള്ളതായിട്ടുള്ള ഗുണങ്ങളാണ് രാമനിലുള്ളത്. ശിഷ്ടൈഹി, ശിഷ്ടങ്ങൾ എന്നാൽ ശ്രേഷ്ഠങ്ങൾ, ശ്രേഷ്ഠങ്ങളും അപരിമേയൈഹി, പരിമിതിയില്ലാത്തത്, അളക്കാൻ പറ്റാത്തതായിട്ടുള്ള ഗുണഗണങ്ങളാണ് രാമനിലുള്ളത്. ലോകോത്തരൈർ ഗുണൈഹി, ലോകോത്തരങ്ങളായ ഗുണങ്ങൾ കൊണ്ട് ലോകത്തില് ശോഭിക്കുന്നു രാമൻ. അതിനെ സമീക്ഷ, അതിനെയെല്ലാം വിചാരം ചെയ്ത് ആ മഹാരാജാവായിട്ടുള്ള ദശരഥൻ ചിന്തിക്കുന്നു. സമുദിതൈ ശുഭൈഹി സജീവൈഹി, തന്റെ പ്രഗത്ഭരായിട്ടുള്ള നിർമ്മലന്മാരായിട്ടുള്ള സജീവന്മാരോടുകൂടെ അവരോടുകൂടെ നിശ്ചയിച്ച് യുവരാജം അമന്യത, യുവരാജാവായി മനിക്കുകയാണ്. അവരോട് ആലോചിച്ചിട്ട് എനിക്കിവനെ യുവരാജാവാക്കണം എന്നിങ്ങനെ ദശരഥൻ ചിന്തിച്ചു എന്നാണ്. തന്റെ സ്വേച്ഛയെ നടപ്പാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഏകാധിപതികളാണ്, അവരവരുടെ തന്നിഷ്ടം അങ്ങോട്ട് നടപ്പിലാക്കുന്നതാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ അവരോടൊക്കെ ആലോചിച്ചിട്ട് അത് തീരുമാനിക്കണമെന്ന്. അമന്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനിച്ചു, ചിന്തിച്ചു എന്നാണ്. ദിവ്യന്തരിക്ഷേ ഭൂമൗ ച ഘോരമുൽപാദജം ഭയം സഞ്ചചക്ഷേ ച മേധാവി ശരീരേ ചാത്മനോ ജരാം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആയുസ്സിന്റെ അവസാനമാകുന്നു എന്നുള്ള ചില ലക്ഷണങ്ങളൊക്കെ തോന്നുകയാണ്. അത് ദിവ്യ ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലുമെല്ലാം ഘോരമായിരിക്കുന്ന ഉൽപാദജം ഭയം. ഉൽപാദജം എന്ന് പറഞ്ഞാൽ ഒരു പലതരത്തിലുള്ളതായിട്ടുള്ള നിമിത്തങ്ങൾ കാണുകയാണ്, ദുർനിമിത്തങ്ങൾ. അത് നിമിത്തമുള്ള ഭയം. അപ്പൊ പ്രകൃതിയിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ട് ഒരു ഭയമുണ്ടാകുന്നു. സഞ്ചചക്ഷേ മേധാവി, അദ്ദേഹം മേധാവിയാണ്, ബുദ്ധിമാനാണ്. അപ്പൊ ഈ ലക്ഷണങ്ങളിൽ നിന്ന് അനുമാനിക്കുകയാണ് എന്തോ തനിക്ക് ആപത്ത് വരാനുള്ള കാലമാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കണം എന്നുള്ള ഒരു ചിന്തയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതുപോലെ ശരീരേച്ച ആത്മനോ ജര, തന്റെ ശരീരത്തിലും ആ ജര ബാധിച്ചിരിക്കുന്നത്, തനിക്ക് ജീർണത വന്നിരിക്കണു, തനിക്ക് ക്ഷീണം ബാധിച്ചിരിക്കണു, താനും പഴയ പോലെയൊന്നും അല്ല. അപ്പൊ ഇനി അധികകാലം തനിക്ക് ആയുസ്സില്ല എന്നുള്ളത് അദ്ദേഹം നിമിത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന്. ഇനി അല്ലെങ്കിലും അധികം ആയുസ്സില്ല അദ്ദേഹത്തിന്, അല്ലെ? നമുക്കറിയാം ഈ കഥയില് ഇനി അഭിഷേകം തീരുമാനിച്ച് അത് വിഘ്നം വരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നു. അപ്പൊ ദീർഘദർശിയായിട്ടുള്ള അദ്ദേഹം അതെല്ലാം കാണുന്നു എന്ന് പറയാം. പൂർണ്ണചന്ദ്രാനനസ്യാദ ശോകാപനുതമാത്മനഃ ലോകേ രാമസ്യ ബുബുദേ സംപ്രിയത്വം മഹാത്മനഃ ആത്മനശ്ച പ്രജാനാം ച ശ്രേയസേ ച പ്രിയേണ ച യോക്തു കാമസ്സ ധർമാത്മാ ഭക്ത്യാ ത്വരിതവാൻ നൃപഃ. ആ രാമനെ കുറിച്ച് പറഞ്ഞു. പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദര മുഖത്തോടുകൂടിയവനായിട്ടുള്ള രാമൻ, ശോകാപനുതം ആത്മനഃ, തന്റെ എല്ലാ ദുഃഖങ്ങളെയും നീക്കുന്നവനാണ് രാമൻ. രാമനെ കാണുന്നത് തന്നെ ദശരഥന് എല്ലാ വിഷമങ്ങളും തീരും. അങ്ങനെയുള്ള ലോകത്തിൽ രാമനെ കുറിച്ചിട്ടുള്ള സംപ്രിയത്വം, മഹാത്മാവായ രാമനെ കുറിച്ചിട്ടുള്ള പ്രിയം, എല്ലാവർക്കും രാമനെ പ്രിയമാണ് എന്നുള്ളത് ബുബുദേ, അദ്ദേഹം ബോധിച്ചു, അദ്ദേഹത്തിന് ബോധ്യം വന്നു. അതുപോലെ ആത്മനശ്ച പ്രജാനാംച ശ്രേയസേ പ്രിയേണച്ച, തനിക്കും പ്രജകൾക്കും എന്താണ് ശ്രേയസ്, എങ്ങനെയായാൽ നല്ലതുണ്ടാവും എന്ന് ചിന്തിച്ച് പ്രിയത്തോടുകൂടെ അദ്ദേഹത്തെ തന്നെ യോക്തുകാമഹ, ഇതിനെ രാമനെ തന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ധർമാത്മാവായിട്ടുള്ള ദശരഥൻ ഭക്തിയ ത്വരിതവാൻ നൃപഃ. ഭക്തിയ എന്ന് പറഞ്ഞാൽ പ്രേമപൂർവം, രാമനോടുള്ള പ്രേമത്തോടെ, ത്വരിതവാൻ എന്ന് വെച്ചാൽ വേഗം കാര്യങ്ങൾ നടക്കണമെന്ന് അദ്ദേഹം ത്വരപ്പെടുകയാണ്, വേഗത്തിലാക്കുകയാണ്. നാനാ നഗരവാസ്തവ്യാൻ പൃഥഗ്ജാനവഗാനഭി സമാനിനായ മേദിന്യാഹ പ്രധാനാൻ പൃഥ്വീപതീൻ. അപ്പൊ അതിനായിട്ട് എല്ലാ ദേശത്തിലും ഉള്ളതായിട്ടുള്ള മറ്റ് രാജാക്കന്മാരെയൊക്കെ അറിയിക്കണം. തന്റെ സാമന്തന്മാരായ രാജാക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. അതാണ് നാനാ നഗരവാസ്തവ്യാൻ, വിവിധ നഗരങ്ങളിൽ വസിക്കുന്നവരും, പൃഥക് ജാനപദാനപി, മറ്റ് ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളും മറ്റുള്ള വാസസ്ഥാനങ്ങൾ, അവിടെയുള്ളതായിട്ടുള്ള ആളുകളെയും, സമാനിനായ മേദിന്യാഹ പ്രധാനാൻ പൃഥ്വീപതി, ഈ മേദിനിയിൽ ആരൊക്കെയാണോ പ്രധാനികളായിട്ടുള്ളവരും പൃഥ്വീപതികൾ അഥവാ രാജാക്കന്മാരുമായിരിക്കുന്നത് അവരെയൊക്കെ ആനിനായ എന്ന് പറഞ്ഞാൽ ആനയിച്ചു എന്ന് പറയാം. ആളെ വിട്ട് എല്ലാവരെയും വിളിപ്പിക്കുകയാണ് ആലോചനയ്ക്കായിക്കൊണ്ട് എന്ന് പറയാം. നതുകേകയ രാജാനം ജനകം വാനരാധിപം
ത്വരയാ ച ആനയാമാസ പശ്ചാത്തൗ ശ്രോഷ്യത പ്രിയം. എന്നാൽ രണ്ടുപേരെ ഒഴിവാക്കുന്നുണ്ട്. ആരൊക്കെയാണ്? കേകയ രാജാവിനെയും ജനകം നരാധിപം, സീതയുടെ പിതാവായ ജനക രാജാവിനെയും ക്ഷണിക്കുന്നില്ല. എന്താ വിളിക്കുന്നത്? ത്വരയാച ആനയാമാസ. ബാക്കിയുള്ളവരെയൊക്കെ ത്വരയോടുകൂടി ക്ഷണിപ്പിച്ചു, ഇവരെ ആനയിച്ചില്ല. എന്തുകൊണ്ട്? പശ്ചാത് തൗ ശ്രോഷ്യത പ്രിയം. പിന്നീട് പ്രിയമായിട്ടുള്ള കാര്യത്തെ അവരെ അറിയിക്കാം. അവർക്കെല്ലാം ഇഷ്ടമായിട്ടുള്ള, അവർക്ക് സമ്മതമായിരിക്കും. താൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന ആൾക്കാരാണ് ഇവരെന്നുള്ളൊരു ഒരു വിചാരമാണ്. അതുകൊണ്ട് അവർക്ക് പ്രിയമായിട്ടുള്ള കാര്യം താൻ പിന്നീട് അവരെ അറിയിച്ചു കൊള്ളാം എന്ന് വിചാരിച്ച് കേകയ രാജാവിനെയും ജനകനെയും മാത്രം അറിയിക്കുന്നില്ല. അപ്പൊ കേകയ രാജാവിനെ മാത്രമല്ല അറിയിക്കാതിരുന്നിട്ടുള്ളത്, മറ്റൊരാളും കൂടിയുണ്ട്. സീതയുടെ പിതാവായിട്ടുള്ള ജനകനെയും അറിയിച്ചിട്ടില്ല എന്നുള്ളത്. താൻ വേശ്മനാനാഭരണൈർ യഥാർഹം പ്രതിപൂജിതാൻ ദദർശാലങ്കൃതോ രാജാ പ്രജാപതിരിവ പ്രജാഹാം. അപ്പൊ ക്ഷണം സ്വീകരിച്ച് അവരെല്ലാം വന്നു ചേർന്നു. രാജാക്കന്മാരും മറ്റുള്ളവരൊക്കെ വന്നു ചേർന്നതാണ്. നാനാ ആഭരണൈഹി യഥാർഹം പ്രതിപൂജിതാൻ. ആഭരണങ്ങളൊക്കെ ധരിച്ച് അലങ്കൃതരായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ അർഹിക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ച് അവരെ വേണ്ട പോലെ ബഹുമാനിച്ച് ദദർശ അലങ്കൃതോ രാജാവും സ്വയം അലങ്കാരങ്ങളൊക്കെ ചെയ്തവനായി സഭയിലേക്ക് വരികയാണ്. ഇവരെയൊക്കെ കാണുകയാണ്. പ്രജാപതിരിവ പ്രജാഹ. സാക്ഷാൽ പ്രജാപതിയായ ബ്രഹ്മദേവനെ പോലെ സദസ്സിൽ ശോഭിക്കുകയാണ് ദശരഥൻ. തന്റെ പ്രജകളെയൊക്കെ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയാണ്. അതോപവിഷ്ടേന പദൗ തസ്മിൻ പരബലാർദ്ദനേ തദപ്രവിവിശുശേഷ രാജാനോ ലോകസമ്മതാഃ. അപ്പോ ആ പരബലാർദ്ദനേ നൃപതൗ ഉപവിഷ്ടേ, ആ രാജാവ് ശത്രു സൈന്യങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന ശക്തനായിട്ടുള്ള രാജാവ് ദശരഥൻ ഉപവിഷ്ടനായപ്പോൾ, മറ്റേ സഭാപതി ദശരഥനാണ്, അദ്ദേഹം ഇരുന്നതിന് ശേഷമേ മറ്റുള്ളവരൊക്കെ ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ലോകസമ്മതാഃ ശേഷാരാജാനഃ പ്രവിവിശു. അതുപോലെ മറ്റ് രാജാക്കന്മാരും അവിടെ വന്ന് പ്രവേശിച്ചു. അവരെല്ലാരും ആ സഭയിൽ വന്ന് ഉപവിഷ്ടരായി. അതരാജ്ഞാവിതീർണേഷു വിവിധേഷു ആസനേഷു ച രാജാനമേവാഭിമുഖാ നിഷേധുർനിയതാ നൃപാം. ആ നിയതന്മാരായ നൃപന്മാർ, രാജാക്കന്മാർ എന്ന് വെച്ചാൽ രാജാവിനോട് വളരെ ഭക്തിയുള്ളവർ, നിയമിതർ തന്നെയാണ് നിയതം. നല്ല അടക്കമുള്ളവർ, വിനയമുള്ളവർ എന്നൊക്കെ അർത്ഥം. അപ്പൊ രാജാവിനെ ബഹുമാനമുള്ള മറ്റു രാജാക്കന്മാർ എല്ലാവരും രാജാനം അഭിമുഖാഹ, ഈ ദശരഥ രാജാവിന് അഭിമുഖമായിട്ട് തന്നെ രാജ്ഞാ വികീർണേഷു വിവിധേഷു ആസനേഷു നിഷേധുഹു, രാജാവിനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ ആസനങ്ങളിലൊക്കെ അവർ വന്ന് നിഷേധുഹു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരുന്നു എന്നർത്ഥം. സലബ്ധമാനൈർവിനയാന്വിതൈർനൃപൈഃ പുരാലയൈർജാനപതൈശ്ച മാനവൈഃ ഉപോപവിഷ്ടൈർനൃപതിർവൃതോ ബഭൗ സഹസ്രചക്ഷുർഭഗവാനിവാമരൈഃ. അങ്ങനെ ലബ്ധമാനൈഃ ഉപോപവിഷ്ടൈ വിനയാന്വിതൈ നൃപൈഃ പുരാലയൈഃ ജാനപതൈഃ മാനവൈഃ വൃതഃ സഹ നൃപതിഃ. ആ രാജാവ് ആരാലെല്ലാം വൃതനായിട്ട് അഥവാ സേവിതനായിട്ട് ശോഭിച്ചു എന്ന് പറയണ. ലബ്ധമാനൈഹി ഉപോപവിഷ്ടൈഹി, ഓരോരുത്തരും മാനം ലഭിച്ചവരായി ബഹുമാനിക്കപ്പെട്ടവരായി എല്ലാവരെയും സ്വീകരിക്കേണ്ട വേണ്ട പോലെ. എല്ലാവരും വിഐപികളാണ്, രാജാക്കന്മാരാണ്. അവരെയൊക്കെ വേണ്ട പോലെ ബഹുമാനിച്ച് വന്ന് അവരവരുടെ സീറ്റുകളിൽ വന്ന് ഉപവിഷ്ടരായിരിക്കണു. വിനയാന്വിതരാണ് അവരെ ഈ ദശരഥന്റെ നേരെ. അങ്ങനെയുള്ള രാജാക്കന്മാരാലും പുരാലയൈഹി പുരവാസികളാലും ജാനപദൈഹി ഗ്രാമവാസികളാലും മാനവൈഹി മറ്റുള്ള മനുഷ്യരാലും മാനവരാലും മൃതനായിട്ടുള്ള ആ നൃപതി സഹ നൃപതി സഹസ്രചക്ഷു ഭഗവാൻ അമരൈഹി ഇവ ബഭൗ. സഹസ്രചക്ഷു എന്ന് പറഞ്ഞാൽ സഹസ്രാക്ഷൻ, ഇന്ദ്രന്റെ പര്യായമാണ് അല്ലെ. നമ്മൾ അഹല്യയുടെ ആ കഥയില് ഗൗതമ മഹർഷി ശപിച്ച് സഹസ്ര ഭഗനായി പോകട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ശാപമോക്ഷം കൊടുത്ത് സഹസ്രാക്ഷനാക്കി തീർത്തു എന്നുണ്ട്. 1000 കണ്ണുള്ളവനാണ് ഇന്ദ്രൻ. അപ്പൊ ആ ഇന്ദ്രൻ എങ്ങനെയാണോ ദേവസഭയിൽ ശോഭിക്കുന്നത്, ദേവന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട്, അതുപോലെ ഈ ദശരഥൻ മറ്റുള്ള രാജാക്കന്മാരാൽ സേവിതനായിക്കൊണ്ട് ശോഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം പൂർണ്ണമാകുന്നത്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ
വാൽമീകി ആദികാവ്യ അയോധ്യാകാണ്ഡേ പ്രഥമ സർഗ. ഇങ്ങനെ അയോധ്യാകാണ്ഡത്തിലെ പ്രഥമ സർഗം പൂർണ്ണം. അപ്പോ ഒരുക്കങ്ങളൊക്കെ ആയി. ഇനി ആ അഭിഷേകത്തെ കുറിച്ചിട്ടുള്ള തന്റെ ആലോചന വന്നിരിക്കുന്ന ആ സഭയിൽ പരിഷത്തിനോട് അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആദ്യം ദശരഥൻ അറിയിക്കുന്നു. പിന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങള് ഐകകണ്ഠ്യേന എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങളുമാണ്. അത് ദ്വിതീയ സർഗ. തത പരിഷദം സർവാം ആമന്ത്ര്യ വസുധാധിപഃ ഹിതം ഉദ്ധർഷണം ചൈവം ഉവാച പ്രതിദം വചഃ. എല്ലാവരും വന്ന് വേണ്ട പോലെ മാനിതരായി ഉപവിഷ്ടരായപ്പോൾ തതഃ ആ വസുധാധിപഃ ഭൂമിയുടെ അധിപനായ ചക്രവർത്തി രാജാവ് ഏവം പരിഷദം സർവാം ആമന്ത്ര്യ, ഇപ്രകാരം ആ പരിഷത്തിലിരിക്കുന്ന സഭയിലിരിക്കുന്ന എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് പ്രതിദം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് ശബ്ദത്തിൽ നൊക്കർത്ഥം. ഉദ്ഹർഷണം എല്ലാവർക്കും ഉയർന്ന ഹർഷത്തെ ഉണ്ടാക്കുന്നത്, സന്തോഷത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ഹിതം വചഃ ഉവാച, എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഹിതമുണ്ടാകുന്ന ആ വാക്കുകളെ ദശരഥൻ പറയുകയാണ്. ദശരഥന്റെ വാക്കുകളാണ്. ദശരഥന്റെ വാക്കിന്റെ ഒന്നുകൂടെ വർണ്ണിക്കുന്നു. ദുന്ദുബിസ്വനകൽപേന ഗംഭീരേണാനുനാദിന സ്വരേണ മഹദാ രാജ ജീമൂതൈവനാദയന് രാജലക്ഷണയുക്തേന കാന്തേന അനുപമേന ച ഉവാച രസയുക്തേന സ്വരേണ നൃപാൻ. ആ രാജാവിന്റെ സ്വരം എങ്ങനെയുള്ളതാണെന്ന് പറയണം. ഒരു രാജാവിന് എത്ര നല്ല ശബ്ദം വേണം, അതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണെന്ന് പോലും പറയണം, അല്ലെ? അപ്പൊ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ശബ്ദം വലിയ കാര്യമാണ്. നല്ല ഗംഭീര ശബ്ദം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവരെ ബാക്കിയുള്ള സഭയിലുള്ള എല്ലാവരെയും തന്റെ കീഴിലുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ ദുന്ദുബിസ്വന കൽപ്പേന, ദുന്ദുബി എന്ന് പറഞ്ഞാൽ വലിയ വാദ്യം, ഭേരി. ആ ഭേരി മുഴങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നല്ല ബാസുള്ള ശബ്ദമാണ്. എന്താണ്? ഗംഭീരേണ അനുനാദിന, ഗംഭീരമായിട്ടുള്ള അനുനാദമുണ്ട്. അതിനൊരു ചെറിയ എക്കോ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ട് എന്നർത്ഥം. മാറ്റൊലി കൊള്ളുന്ന പോലെയുള്ള ശബ്ദമാണ്. സ്വരേണ മഹദാ രാജ ജീമൂതൈവനാദയെന്ന്. ജീമൂതം എന്നാൽ മേഘഗർജനം, ഇടിവെട്ട്. ആ ഇടിവെട്ടിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ശബ്ദമാണ് ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിന് എന്ന് പറയാ. രാജലക്ഷണയുക്തേന, ഒരു രാജാവ് എങ്ങനെ ഇരിക്കണം, ആ ലക്ഷണങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന എല്ലാ യോഗ്യങ്ങളായിട്ടുള്ള രീതിയിൽ കാന്തേന, ആകർഷിക്കുന്ന വാക്കുകളുമാണ്. കേൾക്കുന്നവർക്കൊക്കെ അതിൽ കീഴടങ്ങാൻ തോന്നുന്നു, എല്ലാവരെയും വശീകരിക്കാനുള്ള ശക്തിയുള്ളതും അനുപമേന, അതിന് മറ്റൊരു ഉപമയില്ല, താരതമ്യമില്ലാത്ത വാക്കുകൾ. അങ്ങനെ രസയുക്തേന, കേൾക്കുന്നവർക്ക് രസം ഉണ്ടാക്കുന്ന, അല്ലെ, രസിപ്പിക്കുന്നതായിട്ടുള്ള സ്വരേണ ആ നൃപതി നൃപാനുവാച, രാജാവ് അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: വിദിതം ഭവതാമേതത് യഥാ മേ രാജ്യമുത്തമം പൂർവകൈർമമ രാജേന്ദ്രൈഃ സുതവത് പരിപാലിതം സോഹമിക്ഷ്വാകുഭിഃ സർവൈഃ നരേന്ദ്രൈഃ പരിപാലിതം ശ്രേയസാ യോക്തു കാമോസ്മി സുഖാർഹമഖിലം ജഗത്. അദ്ദേഹം പറയണ വിദിതം ഭവതാം ഏതത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിവുള്ളതാണല്ലോ. എന്താണ്? യഥാ മേ രാജ്യം ഉത്തമം പൂർവകൈർ മമ രാജേന്ദ്രൈ സുതവത് പരിപാലിതം, എന്റെ പൂർവീകന്മാരായ രാജേന്ദ്രന്മാരാൽ പുത്രനെ പോലെ, സുതവത് എന്ന് പറഞ്ഞാൽ ഒരു സുതനെ പോലെ, പുത്രനെ പോലെ പരിപാലിതം, പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരേക്കും എന്റെ പൂർവീകന്മാര് ഈ രാജ്യത്തെ അത്രയും പ്രിയപ്പെട്ടതായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നറിയാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ അങ്ങനെയുള്ള ആ വംശത്തിൽ പിറന്ന സഹ അഹ, ഈ ഞാനും ഇക്ഷ്വാകുഭിഃ സർവൈർ നരേന്ദ്രൈഃ പരിപാലിതം, ഈ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച മുഴുവൻ രാജാക്കന്മാരാലും പരിപാലിക്കപ്പെട്ടതായിട്ടുള്ള ഈ രാജ്യത്തെ ആ ശ്രേയസാ യോക്തു കാമഃ അസ്മി, ശ്രേയസ്സിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് വീണ്ടും പൂർവാധികം അഭിവൃദ്ധി ഉണ്ടാക്കാൻ, ഈ രാജ്യത്തിന് ശ്രേയസ് ഉണ്ടാക്കുവാനായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോക്തു കാമഃ അസ്മി, യോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സുഖാർഹം അഖിലം ജഗത്, ഈ ജഗത്ത് മുഴുവൻ സുഖാർഹം, മേൽക്കുമേൽ ക്ഷേമമുള്ളതാക്കി
സുഖം അനുഭവിക്കുന്നതാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ആദ്യമേ ആമുഖമായി പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമകരമായിട്ടുള്ള, എല്ലാവർക്കും ശ്രേയസിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ആമുഖമായി പറഞ്ഞു. മയാ വ്യാചരിതം പൂർവൈഹി പന്ഥാനമനുഗച്ഛത പ്രജാ നിത്യമനിദ്രേണ യഥാശക്തി അഭിരക്ഷിതാ. ആ പൂർവൈഹി യഥാ ആചരിതം, പൂർവികർ ഏത് വഴിക്കാണോ നടന്നത്, എങ്ങനെയാണോ നടത്തിക്കൊണ്ടിരുന്നത്, മയാഭി എന്നാലും അതേ പന്ഥാനമനുഗച്ഛത, അവരുടെ പന്ഥാവിനെ തന്നെ അനുഗമിക്കുന്നവനായിരുന്നു ഞാൻ. ഞാൻ വഴിതെറ്റി നടന്നിട്ടില്ല. എന്റെ പൂർവികർ ഏത് വഴിക്ക് നടന്നു കാണിച്ചുവോ അതേ ധർമ്മമാർഗത്തിലാണ് ഞാനും നടന്നിട്ടുള്ളത്. ഞാൻ എന്റെ യഥാശക്തി, ശക്തിക്കനുസരിച്ച് നിത്യം പ്രജാഹ അനിദ്രേണ അഭിരക്ഷിതാഹ. അനിദ്രേണമയ, നിദ്രയില്ലാതെ എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടെ എന്നർത്ഥം. ഉറക്കമിളച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ഞാൻ എന്റെ സുഖത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ജാഗ്രതയോടുകൂടെ ഞാൻ കാവലിരുന്നു. അഭിരക്ഷിതാഹ, എല്ലാവരെയും വേണ്ട പോലെ രക്ഷിച്ചു. പ്രജകളെ എല്ലാം ഞാൻ നിത്യം രക്ഷിച്ചുകൊണ്ടിരുന്നു. അല്ല താനിവിടെ സുഖിക്കുകയായിരുന്നു എന്നല്ല, അല്ലെ? രാജകീയമായിട്ടുള്ള ആ പ്രിവിലേജസ് ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു രാജാവ് എത്ര അലേർട്ടായിട്ട് തന്റെ പ്രജകളുടെ ക്ഷേമത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് ഉറക്കമൊന്നും ഉണ്ടാവില്ല, അല്ലേ? നല്ല ഭരണാധികാരികൾ ഉറങ്ങാറില്ല, വളരെ ചുരുക്കം സമയമേ ഉറങ്ങാറുള്ളൂ. ഇതം ശരീരം കൃഷ്ണസ്യ ലോകസ്യ ചരതാഹിതം പാണ്ഡുരസ്യ ആദപത്രസ്യ ഛായായാം ചരിതം മയാ. അപ്പൊ എന്റെ ഇതം ശരീരം, ഈ ശരീരമുണ്ടല്ലോ, അത് പാണ്ഡുരസ്യ ആദപത്രസ്യ ഛായായാം കൃഷ്ണസ്യ ലോകസ്യ ഹിതം ചരതാ മയാ ജരിതം. പാണ്ഡുരമായ ആദപത്രം എന്ന് പറഞ്ഞാൽ വെൺകൊറ്റക്കുട. പാണ്ഡുരം എന്ന് പറഞ്ഞാൽ വെളുത്തത്, ആദപത്രം കുട. അപ്പൊ വെൺകൊറ്റക്കുടയ്ക്ക് കീഴിൽ അതിന്റെ ഛായയിലാണ് ഞാൻ ഏകഛത്രാധിപതിയായി കൃഷ്ണസ്യ ലോകസ്യ, മുഴുവൻ ലോകത്തിനും ഹിതം ചരതാമയ, ഹിതം പ്രവർത്തിക്കുന്നവനായ എന്നാൽ ജരിതം, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്റെ ഹിതം ശരീരം ജരിതം. ജരിതം എന്ന് പറഞ്ഞാൽ ജീർണാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. കുറെ കാലമായി ഞാൻ ഏകഛത്രാധിപതിയായിട്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് പ്രായം അധികമായിരിക്കണു, വൃദ്ധനായിരിക്കണു, എന്റെ ശരീരം ജീർണാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. പ്രാപ്യ വർഷസഹസ്രാണി ബഹൂനി ആയുംഷി ജീവതഃ ജീർണസ്യാസ്യ ശരീരസ്യ വിശ്രാന്തിം അവിരോചയേ. അപ്പോ വർഷസഹസ്രാണി ബഹൂനി, അനേക വർഷസഹസ്രങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ആയുംഷി പ്രാപ്യ, എന്റെ ആയുസ് ഇത്രയും ദീർഘകാലം കഴിച്ചുകൂട്ടി. അങ്ങനെ ജീവതഃ, ജീവിച്ചിരുന്ന എന്റെ ജീർണസ്യ അസ്യ ശരീരസ്യ വിശ്രാന്തിം അവിരോചയെ, ഇപ്പതാ എന്റെ ശരീരം ജരാനരകൾ ബാധിച്ചിരിക്കുന്നു, ജീർണമായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ശരീരത്തിന് വിശ്രാന്തിം അഭിരോചയെ, വിശ്രാന്തിയെ ഞാൻ അഭികാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി ഇത് വിശ്രമിക്കാറായി, അല്ലെ? ഇത് റിട്ടയർ ചെയ്യാനുള്ള പ്രായം ആയിക്കഴിഞ്ഞു എന്ന് സ്വയം ആ ദശരഥൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. സാധാരണ ഒരു സിംഹാസനത്തിൽ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാല് ഇറങ്ങിപ്പോയില്ല, എത്ര ജീർണത പ്രാപിച്ചാലല്ലേ? നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളെ നോക്കിയാൽ മതി. 90 ആയാലും 100 ആയാലും അവരായിട്ട് സ്വയം ഇറങ്ങില്ല, ജനങ്ങൾ കഴുത്തിന് പിടിച്ച് ഇറക്കണം, എങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇവിടെ നോക്കൂ, നമ്മുടെ പൂർവികരായ രാജർഷിമാർ എങ്ങനെയായിരുന്നു? അവരുടെ മക്കൾ പ്രായമായി വന്നു കഴിഞ്ഞാൽ അവരെ രാജ്യഭാരങ്ങൾ ഏൽപ്പിച്ച് അവര് വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളത് സ്വീകരിക്കുന്നതായിരുന്നു. സ്വയമേവ റിട്ടയർമെന്റ് എടുക്കുന്നതായിരുന്നു നമ്മുടെ ധർമ്മം. അങ്ങനെ എടുക്കാതായപ്പോഴാണ് മക്കള് അച്ഛനമ്മമാരെ കാരാഗൃഹത്തിൽ അടയ്ക്കാനും, അല്ലെ, സ്വയം അധികാരം തട്ടിയെടുക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള അവസ്ഥ വന്നു ചേർന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഗൃഹസ്ഥ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഗൃഹസ്ഥന്മാരായാലും എന്ത് വേണം? ഒരു പ്രായമായി കഴിഞ്ഞാൽ, മക്കൾക്ക് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ സന്തതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മുഴുവൻ മക്കളെ ഏൽപ്പിച്ചിട്ട് അച്ഛനമ്മമാരെ, മുതിർന്നവര് വാനപ്രസ്ഥം സ്വീകരിക്കുകയാണ് നമ്മുടെ ധർമ്മം. അത് സ്വീകരിക്കാതായതോടുകൂടിയിട്ടാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന പരിപാടി വന്നു. മറ്റത് സ്വയമേവ ആശ്രമങ്ങളിലേക്ക് പോകുമായിരുന്നു. ഇത് പോകാതായപ്പോൾ ഇവർക്ക് വേണ്ടി, ഇവർക്ക് മനസ്സില്ലാ മനസ്സോടെ കൊണ്ടാക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടായി. എന്തായാലും
അപ്പൊ എന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, ഞാനത് ആഗ്രഹിക്കുന്നു എന്നാണ്. രാജപ്രഭാവജുഷ്ടാം ഹി ദുർവഹാം അജിതേന്ദ്രിയൈഹി പരിശ്രാന്തോസ്മി ലോകസ്യ ഗുർവീം ധർമ്മദുരം വഹൻ. അജിതേന്ദ്രിയൈഹി, എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഇത്രയും കാലം രാജകാര്യങ്ങളിൽ മുഴുകിയതുകൊണ്ട് അതിനെ വേണ്ട പോലെ എനിക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. രജോ ഗുണം വർദ്ധിക്കും രാജ്യകാര്യങ്ങളില് ഇന്ദ്രിയങ്ങൾ എപ്പോഴും നിർത്തിക്കഴിഞ്ഞാൽ. അപ്പോ വാനപ്രസ്ഥനാകുമ്പോ ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കണം. അപ്പൊ ഇത്രയും കാലം ഞാൻ ഇന്ദ്രിയ ജയമില്ലാതെ ഒരു രജോ ഗുണ പ്രഭാവത്തോടുകൂടെ രാജപ്രഭാവ ജുഷ്ടാം ദുർവഹാം, രാജശക്തിക്ക് ചേർന്നതായിട്ടുള്ള വഹിക്കാൻ പ്രയാസമേറിയ വലിയ വലിയ കാര്യങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ഗുർവീം ലോകസ്യ ധർമ്മദുരം വഹൻ ഹി പരിശ്രാന്ത അസ്മി. ഗുർവീ എന്ന് പറഞ്ഞാൽ ഗുരുതരമായത്, ഭാരമേറിയത്, ആ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ലോകസ്യ ധർമ്മദുരം, ലോകത്തിനോട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മം എന്ന ദുരം. ദുരം എന്നാൽ ഭാരമാണ്, മുഖമാണ്. കാളവണ്ടിയിലുള്ള മുഖത്തിന്റെ പേരാണ് ദുരം എന്നുള്ളത്, ഭാരം വഹിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാലം ഒരു കാളയെ പോലെ ഈ ലോകത്തിന്റെ ധർമ്മത്തെ എന്റെ ചുമലിൽ വഹിക്കുകയായിരുന്നു, ഒരു കാള ചുമക്കുന്നത് പോലെ എന്നർത്ഥം. അങ്ങനെ വഹന് പരിശ്രാന്ത അസ്മി. ഇപ്പൊ ഞാൻ വളരെയധികം പരിശ്രാന്തനായിരിക്കുന്നു, ക്ഷീണിതനായിരിക്കുന്നു. ഒരുപാട് കാലത്തിൽ ഇത്രയും മുൾക്കിരീടം ധരിച്ചുകൊണ്ട് ഞാന് ഈ ലോകത്തിന്റെ ധർമ്മരക്ഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എത്ര ആദി എനിക്ക് അനുഭവം ഉണ്ടാവും, എത്ര ടെൻഷൻ സ്ട്രെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാനിതാ ക്ഷീണിതനാണ് എന്ന് പറയണം. സോഹം വിശ്രമമിച്ഛാമി പുത്രം കൃത്വാ പ്രജാഹിതേ സന്നികൃഷ്ടാൻ ഇമാൻ സർവാൻ അനുമാന്യ ദ്വിജർഷവാൻ. അതുകൊണ്ട് സഹാഹം വിശ്രമമിച്ഛാമി, ഞാൻ വിശ്രമം ആഗ്രഹിക്കുന്നു. പ്രജാഹിതേ പുത്രം കൃത്വാ, പ്രജകളുടെ ഹിതത്തിനായി കൊണ്ട് എന്റെ പുത്രനെ ആ രാജ്യഭാരം ഏൽപ്പിച്ച് എനിക്ക് വിശ്രമിക്കാൻ ആഗ്രഹമുണ്ട്. സന്നികൃഷ്ടാൻ ഇമാൻ സർവാൻ ദ്വിജർഷവാൻ അനുമാന്യ. ഇപ്പതാ വന്നു ചേർന്നിരിക്കുന്ന സന്നികൃഷ്ണന്മാരെന്നാൽ അടുത്തു വന്നിരിക്കുന്നവരായ ഇമാൻ സർവാൻ ദ്വിജർഷവാൻ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരോടും എല്ലാവരോടും അനുമാന്യ. അനുമാന്യ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അനുമാനം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ചേർന്ന് യോജിച്ച് ആലോചിച്ച് എന്നർത്ഥം. എല്ലാവരുടെയും ഹിതത്തോടുകൂടെ, എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ ഞാൻ ഇവനെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു. അനുജാതോ ഹിമാം സർവൈഹി ഗുണൈർജ്യേഷ്ഠോ മമാത്മജഃ പുരന്ദര സമോ വീര്യേ രാമ പരപുരഞ്ജയഃ. ആ സ്വയം രാമന്റെ മഹിമയെ പറയണം. രാമഃ മമ ജ്യേഷ്ഠഃ ആത്മജഃ, രാമൻ എന്റെ മൂത്തപുത്രനാകുന്നു. വീര്യേ പുരന്ദര സമഃ, അവൻ പരാക്രമത്തിൽ ഇന്ദ്രന് തുല്യനാണ്. പരപുരഞ്ജയഃ, ശത്രുക്കളുടെ പുരങ്ങളെയൊക്കെ ജയിക്കാൻ സാമർഥ്യമുള്ളവനാണ്. അവനെ ജയിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല, ജയ്യനാണ് അവൻ. സർവൈഹി ഗുണൈഹി മാം അനുജാതഃ, എല്ലാ ഗുണങ്ങളെ കൊണ്ടും അവൻ എനിക്ക് അനുജാതൻ തന്നെ, എന്റെ മകൻ തന്നെ, എനിക്ക് സദൃശൻ തന്നെ എന്നർത്ഥം. എന്നെ പോലെ തന്നെ പരാക്രമിയാണ് എന്നാണ്. തം ചന്ദ്രമിവ പുഷ്യേണ യുക്തം ധർമ്മഭൃതാം വരം യൗവരാജ്യേ നിയോക്താസ്മി പ്രീതഃ പുരുഷപുംഗവം. ആ രാമൻ പുഷ്യേണ യുക്തം ചന്ദ്രം ഇവ, പുഷ്യേണ യുക്തം എന്നുള്ള പുഷ്യം നക്ഷത്രം, പൂയം നക്ഷത്രം ചന്ദ്രന് സ്ഥാനമാണ് അല്ലെ, സ്വലഗ്നത്തിൽ വരുന്ന സ്ഥാനമാണ്, കർക്കിടക ലഗ്നത്തിൽ വരുന്നതായിട്ട് സ്ഥാനമാണ്. അപ്പൊ സ്വന്തം ഗൃഹത്തിലിരിക്കുന്നവനെ പോലെയാണ് പുഷ്യത്തോട്, പൂയം നക്ഷത്രത്തോട് ചേർന്നിരിക്കുന്ന ചന്ദ്രൻ. അപ്പൊ അതുപോലെയാണ് രാമന് അധികാരപ്പെട്ടതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. രാമന്റെ സ്വഗൃഹമാണ്, സ്വരാജ്യമാണ് ഈ സിംഹാസനം. അങ്ങനെയുള്ള രാമൻ ധർമ്മഭൃതാം പരം, ധാർമ്മികന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും പുരുഷോത്തമനും തം യൗവരാജ്യേ പ്രീതഃ നിയോക്ത അസ്മി, അവനെ ഞാൻ യുവരാജാധികാരത്തില് പ്രീതിയോടെ സന്തോഷത്തോടെ ഞാൻ നിയോഗിക്കാമെന്ന് കരുതുകയാണ്. അവനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യാമെന്ന് ഞാനിപ്പോ വളരെ സന്തോഷപൂർവ്വം കരുതുകയാണ്. അത് എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അനുരൂപസ്സവൈനാഥോ ലക്ഷ്മീവാൻ ലക്ഷ്മണാഗ്രജ ത്രൈലോക്യമപി നാഥേന യേന സ്യാന്നാഥവത്തരം. അവൻ അനുരൂപനാണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും യോഗ്യനാണ് എന്നർത്ഥം. രാജാവായി തീരാനുള്ള എല്ലാ യോഗ്യതകളുള്ളവനാണ്. ലക്ഷ്മണാഗ്രജ ലക്ഷ്മീവാൻ, ലക്ഷ്മണാഗ്രജനാണ്. എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവനാണ്, എല്ലാ ശുഭഗുണങ്ങളും ചേർന്നവനാണ്. ത്രൈലോക്യമപി യേന നാദേന നാഗവത്തരം സ്യാത്. 3 ലോകങ്ങളും ഏതൊരുവനാൽ ഏറ്റവും ശ്രേഷ്ഠനായ നാഥനുള്ളതായി തീരും. അപ്പൊ 3 ലോകങ്ങളും ഭരിക്കാൻ അവൻ യോഗ്യനാണ്. അപ്പൊ പിന്നെ ഈ ഭൂമിയുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നർത്ഥം. 3 ലോകങ്ങളെയും ഭരിക്കാൻ കഴിവുള്ളവന് ഈ ഭൂമി ഭരിക്കാൻ ഒരു പ്രയാസവുമില്ലാന്ന് താല്പര്യം. അങ്ങനെയുള്ള നാഥനായി തീരും അവൻ. അനേന ശ്രേയസാ സദ്യഃ സംയോജ്യൈവമിമാം മഹീം ഗതക്ലേശോ ഭവിഷ്യാമി സുതേ തസ്മിൻ നിവേശ്യ വൈ. എവം ഇപ്രകാരം സദ്യഃ ഇമാം മഹീം തസ്മിൻ സുതേ നിവേശ്യ. ഇപ്പൊ ഉടനെ തന്നെ ആ പുത്രനിൽ ഈ ഭൂമിയെ നിവേശിപ്പിച്ച് അവനെ ഏൽപ്പിച്ചിട്ട് ഗതക്ലേശ, ഞാൻ ഗതക്ലേശനായിട്ട് എന്റെ എല്ലാ ക്ലേശങ്ങളും പോയവനായിട്ട് എനിക്ക് റിലാക്സ് ചെയ്യാം എന്നർത്ഥം. ഇത്രയും കാലം ഞാൻ ക്ലേശങ്ങൾ അനുഭവിക്കുകയായിരുന്നു, ഭാരം വഹിക്കുകയായിരുന്നു. അപ്പൊ ഈ ഭാരമെല്ലാം ഇറക്കി വെച്ച് അനേന ശ്രേയസാ സംയോജ്യ ഭവിഷ്യാമി. അത് നിമിത്തം ഗതക്ലേശനായി തീരുമ്പോ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമ്പോ എനിക്ക് മോക്ഷകാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. അതാണ് ശ്രേയസ സംയോജ്യ, ശ്രേയസ്സുമായി ചേർന്ന് എന്റെ ശ്രേയസ്സിനായിക്കൊണ്ട് എന്റെ മോക്ഷത്തിനായിക്കൊണ്ട് എനിക്ക് പരിശ്രമിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഭവിക്കാം. അപ്പോ ഞാനിനി വാനപ്രസ്ഥനും സന്യാസിയുമായി ഭവിക്കാം. എന്റെ മോക്ഷത്തിനുള്ള വഴി നോക്കാം. എന്റെ ഭാരങ്ങളെല്ലാം ഇവനിൽ ഇറക്കി വെക്കാം. ഇവന്റെ ചുമലുകൾ ആ ഭാരം ചുമക്കാൻ പര്യാപ്തമാണ് എന്ന് പറഞ്ഞു വരികയാണ്. യദീദം മേന രൂപാർത്ഥം മയാ സാധു സുമന്ത്രിതം ഭവന്തോ മേനു മന്യന്താം കഥം വാ കരവാണ്യഹം. ഇതം മയാ സാധു സുമന്ത്രിതം. ഇപ്രകാരം എന്നാൽ വേണ്ടതുപോലെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ മന്ത്രണം ചെയ്തു. എന്നാൽ മന്ത്രണം ചെയ്യേണ്ടത് ഞാൻ പറയേണ്ടത് പറഞ്ഞു. മേ അനുരൂപാർത്ഥം യതി ഭവന്തഃ മേ അനുമന്യന്താം. എന്റെ ആലോചന ശരിയാണെങ്കിൽ, അനുരൂപാർത്ഥമാണെങ്കിൽ, പ്രയോജനം യുക്തമായിട്ടുള്ളതാണെങ്കിൽ, ഭവന്തഃ മേ അനുമന്യന്ത, നിങ്ങളും എനിക്ക് അനുമതി നൽകിയാലും നിങ്ങളുടെ സാങ്ഷൻ കൂടി എനിക്ക് വേണം, നിങ്ങളുടെ സമ്മതം വേണം. അല്ലെങ്കിൽ അഥവാ അഹം കഥം കരവാണി, അല്ലെങ്കിൽ ഞാൻ എപ്രകാരം ചെയ്യണം, വേറെന്താണ് ഞാൻ ചെയ്യേണ്ടത്, വേറെന്തെങ്കിലും ഉപായം നിങ്ങളുടെ അഭിപ്രായത്തിൽ വല്ലതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അതിനുള്ള അനുമതി നൽകേണ്ടതാണ്. നോക്കപ്പോ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങളുടെ അനുമതി എനിക്ക് വേണം. നിങ്ങളുടെയൊക്കെ സമ്മതം ഉണ്ടെങ്കിലേ ഞാൻ ഈ കാര്യം ചെയ്യുന്നുള്ളൂ. അപ്പൊ മാത്രമേ രാമനും നിങ്ങളാലെല്ലാം വേണ്ട പോലെ സഹായിക്കപ്പെട്ട്, അല്ലെ, രാമനും നന്നായിട്ട് സുഗമമായിട്ട് രാജ്യഭാരം നിർവഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കലഹമുണ്ടാക്കാൻ തുടങ്ങിയാൽ, അല്ലെ, പാര വയ്ക്കാൻ തുടങ്ങിയാൽ രാമന് സ്വയം ഉണ്ടാവില്ല. രാജ്യം അതോടുകൂടി അരാജകത്വത്തിലേക്ക് പോകും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ സമ്മതം വേണം. യദ്യപ്യേഷാമമ പ്രീതി ഹിതമന്യത് വിചിന്യതാം അന്യാമധ്യസ്ഥ ചിന്താഹി വിമർദ്ദാഭ്യധികോദയാ. അപ്പൊ യേഷാ മമ പ്രീതി, ഇതാണ് എനിക്ക് പ്രീതികരമായിട്ടുള്ളത്. എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു. ഇതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അന്യത് ഹിതം യദ്യപി വിചിന്യത. ഇനി വേറെന്തെങ്കിലും ഹിതമായുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരം ചെയ്യൂ. വിചിന്യത, നല്ലോണം ചിന്തിച്ചു പറയുവിൻ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊരു ഉപായം ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ. അന്യാഹി മധ്യസ്ഥ ചിന്ത വിമർദ്ദാഭ്യധികോദയ. വാസ്തവത്തിൽ നിങ്ങളെ പോലെയുള്ള മധ്യസ്ഥ ചിന്ത എന്ന് പറഞ്ഞാല്, മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞാല് രണ്ടു പക്ഷവും ചേരാതെ നിൽക്കുന്നവർ. അപ്പൊ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്നവരാണ്. എന്നെ സംബന്ധിച്ച് പുത്രനോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണോ എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം, അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടാവാം. ഒരു കണക്കിന് അതിൽ സത്യമുണ്ട്. പുത്രവാത്സല്യം ഇല്ലാതെ ഇല്ല. അപ്പൊ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരായിട്ടുള്ള, അഥവാ പൂർണ്ണ സ്വതന്ത്രന്മാരായ, നിസ്സംഗമായി ഉള്ളത്
ഉള്ളതുപോലെ പറയുന്നവരായ, നോക്കൂ ആ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് അല്ലേ. രാജാവ് തന്റെ താഴെയുള്ളതായിട്ടുള്ള രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും സേനാനായകന്മാർക്കും എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥ ചിന്ത വിമർദ്ദാഭ്യതിഗോദയ, വിമർദ്ദം എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ വിമർശനം ചെയ്ത് ചിന്തിക്കുന്നത്, അഭ്യധിക ഉദയ, അധികം ഉദയത്തോടു കൂടിയതാണ്, അധികം ശ്രേഷ്ഠതയോട് കൂടിയതാണെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം എന്റെ അഭിപ്രായത്തെക്കാൾ തീർച്ചയായിട്ടും നല്ല അഭിപ്രായമായിരിക്കും എന്ന് അവിടുന്ന് ദശരഥൻ പറഞ്ഞു കൊടുക്കണം. ഇതി ബ്രുവന്തം മുദിതാഹ പ്രത്യനന്ദൻ നൃപാനൃപം വൃഷ്ടിമന്ദം മഹാമേഘം നർദ്ദം ദൈവബർഹിണഃ. ആ ഇതി ബ്രുവന്തം നൃപം, ഇങ്ങനെ പറയുന്ന രാജാവിനെ ആ നൃപാഹ, അവിടെ കൂടിയിരിക്കുന്ന മറ്റു രാജാക്കന്മാർ, മുദിതാഹ, വളരെ മോദത്തോടെ സന്തോഷത്തോടു കൂടിയവരായിട്ട് പ്രത്യനന്ദൻ എന്ന് പറഞ്ഞാലോ പ്രതിനന്ദിച്ചു, അഭിനന്ദിച്ചു എന്നർത്ഥം. അവരെല്ലാം അതിനെ അഭിനന്ദിച്ചു. ഏതുപോലെ? വൃഷ്ടിമന്ദം മഹാമേഘം നർദ്ദന്തഃ ബർഹിണഃ ഇവ. വൃഷ്ടിമാനായിരിക്കുന്ന മേഘത്തെ കാണുമ്പോൾ, മഴ പെയ്യുന്ന വലിയ മഴമേഘങ്ങളെ കാണുമ്പോൾ ബർഹികൾ, ബർഹി എന്ന് പറഞ്ഞാൽ മയിലുകളാണ്. മയിലുകൾ എങ്ങനെ നർദ്ദിക്കും, ശബ്ദമുണ്ടാക്കും, അവരുടെ കേകാ കേകാ എന്നുള്ള ശബ്ദം മുഴക്കിക്കൊണ്ട് ആ മഴയെ ആഘോഷിക്കും. മയിലുകൾ നൃത്തം വയ്ക്കും. അപ്പൊ മഴ വരുമ്പോൾ മയിലുകൾ എങ്ങനെ സന്തോഷത്തോടെ നൃത്തം വയ്ക്കുമോ അതുപോലെ ആ സഭയിലുണ്ടായിരുന്ന സകല രാജാക്കന്മാരും ഇദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ശബ്ദം മുഴക്കി. ഉത്തമം, സാധു എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ അവരെല്ലാവരും ഒന്നിച്ചു മുഴക്കി. അതിനെ വീണ്ടും പറയണു. സ്നിഗ്ധേ അനുനാദി സഞ്ജജ്ഞേ തത്ര ഹർഷസമീരിതഃ ജനൗഘോൽഘുഷ്ടസന്നാദോ വിമാനം കമ്പയന്നിവ. തത്ര ഹർഷസമീരിതഃ ജനൗഘോദ്ഘുഷ്ടസന്നാദഃ. ജനൗകം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനസഭയുടെ സമൂഹത്തിന്റെ മുഴുവൻ ഉദ്ഘുഷ്ട സന്നാദം, ഉദ്ഘോഷിക്കപ്പെട്ട വലിയ ശബ്ദം. ഹർഷസമീരിത, അത് അവരുടെ സന്തോഷത്തോടുകൂടെ ഉണ്ടാക്കപ്പെട്ടതാണ്. സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള സഭയുടെ ശബ്ദം. സ്നിഗ്ധ, അതിഗംഭീരമായിട്ട്, അനുനാദി, മാറ്റൊലി കൊള്ളുന്നതായിട്ട്, അനുനാദം ചെയ്യുന്നതായിട്ട്. വിമാനം കമ്പയന്നിവ സഞ്ജജ്ഞി. വിമാനം എന്ന് പറഞ്ഞാല് 7 നില മാളികകളാണ്. അപ്പൊ വലിയ വലിയ മാളികകളെ കമ്പനം ചെയ്യിപ്പിക്കുമാറ്, പ്രകമ്പനം കൊള്ളിക്കുമാറ് സഞ്ജാതമായി ഉത്ഭവിച്ചു. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സന്തോഷ ശബ്ദങ്ങള്, ഹർഷ ശബ്ദങ്ങള്, കയ്യടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. പലതരത്തിലുള്ള ആർപ്പുവിളികളും കയ്യടികളും എല്ലാം കൊണ്ട് ആ മാളികകൾ, രാജകൊട്ടാരങ്ങളെല്ലാം പ്രകമ്പനം കൊണ്ടു, മാറ്റൊലിക്കൊണ്ടു. അത്രയും സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അല്ലാതെ എല്ലാവരും പഞ്ചപുച്ഛം അടങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വേണ്ടിടത്ത് വിനയം, ബഹുമാനം എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. തസ്യ ധർമാർത്ഥവിദുഷോ ഭാവമാജ്ഞായ സർവശഃ ബ്രാഹ്മണാ ബലമുഖ്യാശ്ച പൗരജാനപദൈഃ സഹ സമേത്യ മന്ത്രയിത്വാ തു സമദാംഗതബുദ്ധയഃ ഊജുശ്ച മനസാ ജ്ഞാത്വാ വൃദ്ധം ദശരഥം വചഃ. അപ്പോ ആ പൗരജാനപദൈഃ, പുരവാസികളും ജനപദവാസികളും അവരോടുകൂടെ സഹ ബ്രാഹ്മണാഹ ബലമുഖ്യാഹ, ബ്രാഹ്മണരും ആ സേനാനായകന്മാരും എല്ലാവരും തന്നെ ധർമാർത്ഥ വിദുഷഃ, ധർമ്മ അർത്ഥ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിദ്വാൻമാരാണ്, സകല കാര്യങ്ങളിലും പാണ്ഡിത്യമുള്ളവരാണ്. അങ്ങനെയുള്ള അവരെല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ഭാവം ആജ്ഞായ സർവശഃ, പരസ്പരം ഓരോരുത്തരുടെയും അഭിപ്രായത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൂടി നിന്നുകൊണ്ട് ആലോചിച്ചിട്ടുണ്ടാവും. എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്ന് അവർ തമ്മിൽ കൂടി ആലോചിച്ച് അവരുടെ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും സമ്മതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തസ്യ ഭാവം മനസാ ജ്ഞാത്വാച, ഓരോരുത്തരുടെയും ഭാവത്തെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സമേത്യ ഒന്നിച്ചുകൂടി സർവശഃ മന്ത്രയിത്വ, എല്ലാവരും കൂടി ആലോചിച്ച് ആജ്ഞായച്ച് പരസ്പരം അറിഞ്ഞ് സമദാംഗത ബുദ്ധയ, എല്ലാവരും ഒരു സമബുദ്ധിയെ പ്രാപിച്ചു, ഏകാത്മഭാവത്തെ പ്രാപിച്ചു.
ഐകകണ്ഠ്യ അഭിപ്രായം രൂപീകരിച്ചു. അങ്ങനെയുള്ളവര് വൃദ്ധം ദശരഥം വചഹ ഊചുഹു, ആ വൃദ്ധനായിരിക്കുന്ന ദശരഥനോട് ഈ വാക്കുകളെ പറഞ്ഞു എന്ന. എല്ലാരും കൂടി പ്രത്യേകമായിട്ടും ഓരോ വിഭാഗങ്ങളും പ്രത്യേകം കൂടിയിട്ടുണ്ടാവും. പിന്നെ എല്ലാവരും കൂടി ചേർന്നും ആലോചിച്ചു. എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരുന്നു. അപ്പൊ അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ മുന്നിൽ വന്നുകൊണ്ട് ദശരഥനെ അവരുടെ അഭിപ്രായം അറിയിക്കുകയാണ്. അനേക വർഷസാഹസ്രോ വൃദ്ധസ്ത്വമസി പാർത്ഥിവ സരാമം യുവരാജാനം അഭിഷിഞ്ചസ്വ പാർത്ഥിവം. അവരുടനെ തന്നെ പറയണം, ഹേ പാർത്ഥിവ, അല്ലയോ മഹാരാജാവേ, സഹത്വം അനേക വർഷ സഹസ്ര വൃദ്ധ അസി, അങ്ങ് അനേക വർഷസഹസ്രങ്ങളായി ഇപ്പൊ വൃദ്ധനായി ഭവിച്ചിരിക്കുന്നു. അങ്ങേക്ക് ഒരുപാട് പ്രായമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാമം പാർത്ഥിവം യുവരാജാനം അഭിഷിഞ്ചസ്വ, ആ ശ്രീരാമനെ പൃഥ്വീപതിയായി പാർത്ഥിവനായി യുവരാജാവായി അഭിഷിഞ്ചസ്വ, അങ്ങ് അഭിഷേകം ചെയ്താലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിഷേകം ചെയ്യേണ്ടതാണ് രാജ്യ അധികാരങ്ങളോടുകൂടിയ യുവരാജാവായിട്ട്. അപ്പൊ അങ്ങ് ഇതുവരെയും പുത്രന്മാരില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ദീർഘകാലം രാജാവായിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് ക്ഷീണിതനാണ്. എങ്കിലും ഇപ്പൊ ആറ്റുനോറ്റുണ്ടായ പുത്രന്മാർ, അതിൽ മൂത്തപുത്രൻ ജ്യേഷ്ഠൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാമൻ രാജാവായിരിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും വേണം അങ്ങേക്ക്. അതിനാണ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. യുവരാജാവായിരിക്കുമ്പോ രാജാവിന്റെ പദവിയിൽ ദശരഥൻ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു എന്താ പറയാ റിലാക്സ്ഡ് മൂഡായിരിക്കും. എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് രാമൻ ഭരിക്കുന്നത് വേണ്ടതുപോലെ തന്നെയാണോ എന്ന് ഒന്ന് സൂപ്പർവൈസ് ചെയ്യേ വേണ്ടു. അതെല്ലാം ശരിയാണ്, എല്ലാവർക്കും സമ്മതനാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാലോ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് രാമനെ രാജാവാക്കി അദ്ദേഹത്തിന് വാനപ്രസ്ഥനായിട്ട് പോകാം. അപ്പൊ രാമന്റെ ഭരണം നേരിൽ കണ്ട് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും അല്ലെ, മക്കളുമായിട്ടുള്ള ആ വാത്സല്യമൊക്കെ ഒന്ന് അനുഭവിക്കാനുള്ളതായിട്ടുള്ള ഇതിനുവേണ്ടി യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുമെന്ന് തന്നെ അവരും സമ്മതിച്ചു. ഇച്ഛാമോഹി മഹാബാഹും രഘുവീരം മഹാബലം ഗജേന മഹദായാന്തം രാമം ഛത്രാവൃതാനനം. ആ രാമനെ ആനപ്പുറത്ത് എഴുന്നള്ളുന്നവനായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോ യുവരാജാവായിരിക്കുമ്പോ ആനപ്പുറത്ത് പ്രജകളെയൊക്കെ കാണാൻ വേണ്ടി പോണം. അപ്പൊ അങ്ങനെ ഇച്ഛാമോ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരാ? മഹാബാഹും രഘുവീരം മഹാബലം. ആ മഹാബാഹുവായ രഘുവീരനായ രാമൻ, ബലവാനായിട്ടുള്ള രാമൻ, മഹദാ ഗജേനായാന്തം, വലിയ ആനപ്പുറത്ത് കയറി വരുന്നവനായിട്ട് രാമം ഛത്രാവൃതാനനം. അപ്പൊ കുട പിടിച്ച്, ആ വെൺകൊറ്റക്കുട മുകളിൽ പിടിച്ചുകൊണ്ട് മുഖത്തെ അല്പം മറച്ചു പിടിച്ചുകൊണ്ട് വരുന്ന രാമന്റെ ആ എഴുന്നള്ളത്ത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനി തദ്വചനം ശ്രുത്വാ രാജാകേശാം മനഃപ്രിയം അജാനന്യവ ജിജ്ഞാസുഹു ഇദം വചനമബ്രവീത്. ആ ദശരഥൻ തനിക്ക് മനഃപ്രിയമാണ്, കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അവരുടെ വാക്കുകൾ കേട്ടിട്ട് അജാനന്യവ, ഒന്നും അറിയാത്തവനെ പോലെ, ജിജ്ഞാസുഹു, അവരുടെ മനസ്സിലുള്ളത് അറിയാൻ ഉള്ള ജിജ്ഞാസുവായിട്ട് ഇതം വചനമബ്രവീത്, ഈ വാക്യങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജനങ്ങള് അല്ലെങ്കിൽ ഇവരെല്ലാം ഇത്ര തിരക്ക് കൂട്ടുന്നത്? തന്നെ മടുത്തുവോ?
എന്നറിയണ്ടേ അല്ലേ? താൻ ഇവരെയൊക്കെ മടുപ്പിച്ചുവോ എന്നുള്ളത് കൂടി അറിയാനുള്ള ആ ആഗ്രഹത്തോടെ അദ്ദേഹം പതുക്കെ ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുന്നു എന്നാ. ശ്രുത്വൈവ വചനം യന്മേ രാഘവം പതിമിച്ഛത രാജാന സംശയോയം മേ കിമിദം ബ്രൂത തത്വതഃ കഥം नु മയി ധർമ്മേണ പൃഥ്വീമനുശാസതി ഭവന്തോ ദ്രഷ്ടുമിച്ഛന്തി യുവരാജം മമാത്മജം. അല്ലയോ രാജാക്കന്മാരെ, രാജാനഃ മയി ധർമ്മേണ പൃഥ്വീമനുശാസതി, ഞാൻ ധർമ്മപൂർവമല്ലേ ഈ ഭൂമിയെ ശാസിക്കുന്നത്. അങ്ങനെ ഞാൻ ശാസിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേ വചനം ശ്രുത്വായേവ, എന്റെ വാക്ക് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ചാടി വീണു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ എന്നോട് വേണ്ട, ആയിട്ടില്ല, അങ്ങ് കുറെ കാലം കൂടി ഭരിക്കൂ എന്നൊക്കെ പറയണം അല്ലെ? അതാണൊരു സാമാന്യ മര്യാദ. അതൊന്നും ഇല്ലാതെ, ഒരു മര്യാദയില്ലാതെ ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ചാടി വീണിട്ട് ഭവന്തഃ മമ ആത്മജം രാഘവം പതിം യുവരാജം ദ്രഷ്ടും കഥം നീച്ചന്തി, യുവരാജാവായിട്ട് രാഘവനെ, എന്റെ പുത്രനെ തന്നെ നിങ്ങൾ പെട്ടെന്ന് കാണാനായിക്കൊണ്ട് എന്തുകൊണ്ടാ ആഗ്രഹിക്കുന്നത്? ഇച്ഛത യത് അയം മേ സംശയ, നിങ്ങൾ ഇച്ഛിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു സംശയമുണ്ട്. ഇതം കിം, ഇതെന്താ കാരണം? തത്വതഃ ബ്രൂത, ഉള്ളത് വാസ്തവം പറയണം. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വേഗം ചാടി വീഴുന്നത്? അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, എനിക്ക് കുറവുകളുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താ? രാമന്റെ മാഹാത്മ്യം ഇവരെടുത്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. തന്റെ പുത്രൻ തന്നേക്കാൾ കേമനാണെന്ന് കേൾക്കുന്നത് ഏത് അച്ഛന്മാർക്കും അല്ലെ? പെരുന്തച്ഛനടക്കം അസൂയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കെട്ടുകഥകളാണ് അല്ലെ? എല്ലാ അച്ഛന്മാരും സ്വന്തം മക്കള് തന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് അറിയുന്നത് തന്നെയാണ് സന്തോഷം. കാരണം പിതാവ് തന്നെയാണ് പുത്രരൂപത്തിൽ ഭവിക്കുന്നത് എന്ന് വേദം. പിതാവൈ പുത്രനാമാസി. ആ പുത്രൻ എന്ന് പറഞ്ഞാൽ സന്തതി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എക്സ്റ്റൻഷൻ എന്നാണ്. അച്ഛനമ്മമാരുടെ എക്സ്റ്റൻഷനാണ് മക്കൾ. അവർ കാലത്തിൽ ഇല്ലാതാകുമ്പോഴും അവരുടെ അവശേഷിപ്പുകളാണ്. അവർ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് പുത്രപൗത്ര സന്തതികളിലൂടെയാണ്. അവരുടെ പരമ്പരയാണ് അവരുടെ എക്സ്റ്റൻഷൻ. അപ്പൊ അതുകൊണ്ട് ആ പുത്രന്മാരുടെ നന്മകൾ കാണുമ്പോൾ ഏത് അച്ഛനമ്മമാരും അത് സന്തോഷിക്കും. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് എന്താ, എന്നെ മടുത്തുവോ എന്നുള്ള മട്ടിലാണ്. മഹാത്മാനം പൗരജാനപദൈ സഹ ബഹവോ നൃപകല്യാണ ഗുണാപുത്രസ്യ സന്ധിതേ പൗരജാനപദൈ സഹ തേ മഹാത്മാനം തം ഊജുഹു. ആ പൗരന്മാരും ജനപദവാസികളും രാജാക്കന്മാരും മന്ത്രികളും എല്ലാവരും മഹാത്മാവായ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ നൃപ, അല്ലയോ രാജാവേ, തേ പുത്രസ്യ ബഹവഃ കല്യാണ ഗുണാഃ സന്തി. അങ്ങയുടെ പുത്രന് ഒരുപാട് കല്യാണ ഗുണങ്ങളുണ്ട്, മംഗള ഗുണങ്ങളുണ്ട്. അപ്പൊ അങ്ങേക്കും ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ബഹവഃ എന്ന് പറഞ്ഞതിലൂടെ അങ്ങയുടെ മകൻ അങ്ങേക്കാൾ ഒരുപാട് കല്യാണ ഗുണങ്ങൾ ഉള്ള ആളാണെന്ന് സൂചിപ്പിക്കപ്പെട്ടു. ഗുണാൻ ഗുണവതോ ദേവ ദേവകൽപസ്യ ധീമക പ്രിയാൻ ആനന്ദനാൻ കൃഷ്ണാൻ പ്രവക്ഷ്യാമോദ്യ താൻ ശൃണു. ഹേ ദേവ, ദശരഥനെ ദേവാന്ന് തന്നെ വിളിക്കുന്നു സ്വാമി. ദേവകൽപസ്യ ഗുണവതഃ ധീമകഃ. ദേവകൽപ്പൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സമാനനായിരിക്കുന്നവനാണ് രാമൻ. വളരെ ഗുണവാനാണ്. സ്വതസിദ്ധങ്ങളായ നൈസർഗികങ്ങളായ ഗുണങ്ങളോടുകൂടിയവനും അതിൽ ഏറ്റവും വലിയ ഗുണമാണ് ധീമാനാണ്, വലിയ ബുദ്ധിമാനാണ്, എല്ലാം പഠിച്ചറിവുള്ളവനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രിയാൻ, ഏറ്റവും മറ്റുള്ളവർക്കൊക്കെ പ്രീതി ജനിപ്പിക്കുന്നതും ആനന്ദനാൻ, എല്ലാവർക്കും ആനന്ദത്തെ ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള താൻ കൃഷ്ണാൻ ഗുണാൻ അദ്യ പ്രവക്ഷ്യാമഹ. ആ മുഴുവൻ ഗുണങ്ങളെയും ഞങ്ങൾ ഇപ്പൊ പറയാം. രാമന്റെ ഗുണഗണങ്ങളെ ഞങ്ങൾ പറയാം. ശൃണു, കേൾക്കൂ, അങ്ങ് കേൾക്കൂ എന്ന്. അപ്പൊ ദശരഥൻ മാത്രമല്ല രാമന്റെ ഗുണങ്ങളെ കാണുന്നത്, എല്ലാവരും കാണുന്നു. എല്ലാവരും രാമനെ കുറിച്ച് ഒരുപോലെ പറയുന്നു. ദിവ്യൈർഗുണൈ ശക്രസമോ രാമ സത്യപരാക്രമഃ ഇക്ഷ്വാകുഭ്യോ സർവേഭ്യോ ഹ്യതിരിക്തോ വിശാംപതേ.
ആ രാമ സത്യപരാക്രമ, രാമന്റെ പരാക്രമങ്ങളൊന്നും തന്നെ വ്യർത്ഥമാവില്ല. അതാണ് സത്യപരാക്രമം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി അദ്ദേഹം പരാക്രമം അഥവാ പരിശ്രമം ചെയ്യുന്നുവോ അത് ഇഫക്റ്റീവായിരിക്കും, സത്യമായി തീരും, വിഫലമാവുകയില്ല. അങ്ങനെയുള്ള പ്രവൃത്തിയോടുകൂടിയ രാമൻ ദിവ്യങ്ങളായ ഗുണങ്ങളെ കൊണ്ട് ശക്രസമഹ, ഇന്ദ്രന് തുല്യനാണ്. ഇക്ഷ്വാകുഭ്യോപി സർവേഭ്യോ ഹ്യതിരിക്തോ വിശാംപതേ. വിശാംപതേ, വിശാംപതേ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതേ, രാജാവേ എന്ന തലയോ രാജാവേ, അവൻ സർവേഭ്യ ഇക്ഷ്വാകുഭ്യ അപി അതിരിക്ത. ഈ ഇക്ഷ്വാകു വംശത്തിൽ ഒരുപാട് രാജാക്കന്മാർ, പ്രഗത്ഭന്മാരുണ്ടായിട്ടുണ്ട്. ദേവന്മാരെ സഹായിക്കാൻ പോയിട്ട് എത്രയോ രാജാക്കന്മാർ ഈ വംശത്തിലുണ്ട്. മുചുകുന്ദനും ഗഡ്വാങ്കനും അതുപോലെ കകുൽസ്ഥനും ദശരഥനടക്കം എത്രയോ രാജാക്കന്മാർ ഇന്ദ്രൻ സഹായം അഭ്യർത്ഥിച്ച് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളവർ. മുചുകുന്ദൻ ദേവസേനാനായകനായിരുന്നു കുറെ കാലം. അതുപോലെ ഗഡ്വാങ്കനും രണ്ടും ഇക്ഷ്വാകു വംശത്തിലുള്ളവരാണ്. അതുപോലെ കകുൽസ്ഥൻ എന്ന പേരുള്ള ഒരു രാജാവ്, അതുകൊണ്ടാണ് രാമനെ കാകുൽസ്ഥൻ എന്ന് വിളിക്കുന്നത്. കകുൽസ്ഥ വംശത്തിൽ പിറന്നവൻ. എന്താ കകുൽസ്ഥൻ? കകുത്തിൽ സ്ഥിതി ചെയ്തവൻ എന്നാണ് അർത്ഥം. കകുത്ത് കഴുത്ത് തന്നെ. ആരുടെ കഴുത്തിലിരുന്നവൻ? ഇന്ദ്രന്റെ കഴുത്തിലിരുന്ന് യുദ്ധം ചെയ്തവൻ. ഇന്ദ്രൻ സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോ ഈ രാജാവ്, രേവതൻ എന്തോയിരുന്നു പേര് അദ്ദേഹത്തിന്, അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു, ഒരു കണ്ടീഷൻ, അങ്ങ് എന്റെ വാഹനമായിട്ടൊരു കാളയായിട്ടിരിക്കണം. ഇന്ദ്രനെ കാളയാക്കി വാഹനമാക്കി മാറ്റി ആ കാളയുടെ മുതുകത്തുള്ള പൂഞ്ഞയുടെ പേരാണ് കകുത്ത് എന്നുള്ളത്. കഴുത്തിന്റെ സ്ഥാനത്തുള്ള പൂഞ്ഞയ്ക്കാണ് കകുത്ത് എന്ന് പറയുക. അതുകൊണ്ട് ആ കാളകൾക്ക് കകുത്മാൻ, കകുത്മി എന്നൊക്കെ പറയും. കകുത്തോട് കൂടിയത്, വലിയ പൂഞ്ഞയുള്ളത്. അപ്പൊ ആ പൂഞ്ഞയുടെ പുറത്ത് കയറിയിരുന്ന് കാളയുടെ പുറത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്തവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കകുൽസ്ഥൻ എന്ന പേരുണ്ടായത്. ആ വംശത്തിന് കാകുൽസ്ഥ വംശം എന്ന ഇക്ഷ്വാകു വംശത്തിന് പിന്നീടുണ്ടായ പേരാണ്. അപ്പൊ അങ്ങനെ എത്രയെത്ര കേമന്മാർ ഈ രാജ്യത്ത്, ഈ സൂര്യവംശത്തിലെ ഇക്ഷ്വാകു വംശത്തിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷെ അവരെക്കാളൊക്കെ സർവേഭ്യ ഇക്ഷ്വാകുഭ്യ അതിരിക്ത, എല്ലാവരെക്കാളും അതിക്രമിക്കുന്നവരാണ്, എല്ലാവരെക്കാളും ഒരു പടി മുകളിലാണ് രാമന്റെ സ്ഥാനം എന്നാ പറയുന്നത്. രാമ സത്പുരുഷോ ലോകേ സത്യധർമ്മപരായണ സാക്ഷാത് രാമാത് വിനിർവൃത്തോ ധർമ്മശ്ചാപി ശ്രിയാ സഹ. രാമഃ അപി സാക്ഷാത് സത്പുരുഷഃ. രാമൻ പ്രത്യക്ഷനായിരിക്കുന്ന സത്പുരുഷനാണ്, ഈശ്വര തുല്യനാണ്, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്ന് തന്നെ ഇവരും പറയുന്നത്. എല്ലാ രാജാക്കന്മാരുടെയും അഭിപ്രായമാണ്. മറ്റേ മാരീചൻ പറഞ്ഞു രാമോ വിഗ്രഹവാൻ ധർമ്മ, അതിന് സമാനമായിട്ടുള്ള പ്രയോഗമാണ് ഇവരെല്ലാരും പറയുന്നത്. രാമൻ സാക്ഷാൽ മനുഷ്യാകൃതി പൂണ്ട സത്പുരുഷനാണ്. സത്യധർമ്മപരായണ, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പൂർണ്ണമായി സമർപ്പിതനാണ്. അതിനു മേലെ വേറൊന്നുമില്ല രാമന്. ഒരിക്കലും കൈവിടാത്തവനാണ്. ലോകേ ധർമ്മ ശ്രിയാസഹ രാമാത് വിനിർവൃത്ത. ഈ ലോകത്തിൽ ധർമ്മമാർഗവും അതുപോലെ ശ്രിയാസഹ എല്ലാ ഉത്തമ ഗുണങ്ങളും രാമാത് വിനിർവൃത്ത, രാമനിൽ മാത്രമാണ് ഏറ്റവും നന്നായി പ്രകടമായിരിക്കുന്നത്. അല്ലെങ്കിൽ രാമനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. രാമൻ അതിന്റെയൊക്കെ സ്രോതസ്സാണ് എന്നർത്ഥം. എല്ലാ ധർമ്മത്തിന്റെയും എല്ലാ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവം തന്നെയാണ് രാമനെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നു. പ്രജാസുഖത്വേ ചന്ദ്രസ്യ വസുധായ ക്ഷമാ ഗുണൈഃ ബുദ്ധ്യാ ബൃഹസ്പതേ തുല്യോ വീര്യേ സാക്ഷാത് ശചീപതേ. പ്രജകളെ സുഖിപ്പിക്കുന്നതിൽ ചന്ദ്രന് തുല്യനാണ്. ചന്ദ്രനെ നമ്മൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു കാണുമ്പോൾ നമുക്കൊക്കെ ആഹ്ലാദം ജനിക്കുന്നു, അല്ലേ? എല്ലാവരും ആഹ്ലാദത്തോടെയാണ് ആബാലവൃദ്ധം ജനങ്ങളും ചന്ദ്രനെ കാണുന്നത്. അതുപോലെയാണ് രാമചന്ദ്രൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. വസുധായാഹ ക്ഷമാഗുണൈ, ക്ഷമാഗുണങ്ങളെ കൊണ്ട് ഭൂമിക്ക് തുല്യനാണ്. അതുപോലെ ബുദ്ധ്യാ ബൃഹസ്പതേഹേ തുല്യ, ബുദ്ധി കൊണ്ട് ആ ദേവഗുരുവായ ബൃഹസ്പതിയെ പോലെ ബുദ്ധിമാനാണ്. വീര്യേ സാക്ഷാൽ ശചീപതേഹേ, വീര്യം പരാക്രമം കൊണ്ട് സാക്ഷാൽ ശചീപതിയായ ഇന്ദ്രന് തുല്യനാണ്. ശചീപതേഹേ തുല്യ, ശചീപതിക്ക് തുല്യനാണ് അഥവാ ഇന്ദ്രന് തുല്യനാണ് രാമൻ. ധർമ്മജ്ഞ സത്യസന്ധശ്ച ശീലവാനനസൂയകഃ
ശാന്ത സാന്ത്വയിതാശ്ലക്ഷ്ണഃ കൃതജ്ഞോ വിജിതേന്ദ്രിയഃ മൃദുശ്ച സ്ഥിരചിത്തശ്ച സദാ ഭവ്യോ അനസൂയകഃ. ഇതിൽ പല ഗുണങ്ങളും ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്നലെ ആവർത്തിച്ച് 10-30 ശ്ലോകങ്ങളിൽ വർണ്ണിച്ച ഗുണങ്ങള് ഇവിടെ രാജാക്കന്മാർ അവരുടെ അഭിപ്രായമായിട്ട് പറയണു. ധർമ്മങ്ങളുടെ മർമ്മമെല്ലാം അറിയുന്നവനും സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് ഇളകാത്തവനും ശീലവാൻ എല്ലാ സച്ചരിത്രങ്ങളോട് കൂടിയവനാണ്. അനസൂയക മറ്റുള്ളവരോട് അസൂയ പ്രകടിപ്പിക്കാത്തവൻ, മത്സര ബുദ്ധിയില്ലാത്തവൻ, മറ്റുള്ളവരുടെ ഉത്കർഷത്തെ സന്തോഷിക്കുന്നവൻ. ശാന്ത നല്ല ക്ഷമാശീലനാണ്. സാന്ത്വയിത എല്ലാവരെയും സാന്ത്വനിപ്പിക്കുന്നതിൽ സമാധാനിപ്പിക്കുന്നതിൽ മിടുമിടുക്കനാണ് അർത്ഥം. അതുപോലെ ശ്ലക്ഷ്ണ നല്ല മൃദുവായ ശീലങ്ങളോടുകൂടിയവനാണ്. കൃതജ്ഞ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ്, റെക്കഗ്നൈസ് ചെയ്യുന്നവനാണ്. ഓരോരുത്തർക്കും എന്തെന്ത് സ്ഥാനമാനങ്ങൾ കൊടുക്കണമെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ അറിയുന്നവനാണ്. വിജിതേന്ദ്രിയ ഇന്ദ്രിയജയമുള്ളവനാണ്. മൃദുഹു മൃദുവായിട്ട് പെരുമാറുന്നു. സ്ഥിരചിത്ത നല്ല ഉറപ്പുള്ള മനസ്സാണ്. സദാ ഭവ്യ എപ്പോഴും വിനയത്തോടു കൂടിയവനാണ്. മറ്റുള്ളവർക്ക് എന്താ പറയാ വശ്യനായിട്ട് തോന്നും. അതുപോലെ അനസൂയക തന്റെ നേരെ ആർക്കും അസൂയയും തോന്നില്ല. എല്ലാവരെയും മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തും. പ്രിയവാദീച്ച ഭൂതാനാം സത്യവാദീച്ച രാഘവ ബഹുശ്രുതാനാം വൃദ്ധാനാം ബ്രാഹ്മണാനാം ഉപാസിത. എല്ലാവരോടും പ്രിയമായി വധിക്കുന്നവനാണ്, സംസാരിക്കുന്നവനാണ്. സത്യവാദി എല്ലാവരോടും സത്യം മാത്രം പറയുന്നവനാണ്. ധാരാളം പഠിച്ച് പണ്ഡിതന്മാരായിരിക്കുന്ന വൃദ്ധന്മാരെയും ബ്രാഹ്മണന്മാരെയും ഉപാസിക്കുന്നവനാണ്, സേവിക്കുന്നവനാണ്. എന്നാലും പറഞ്ഞു ശീലവൃദ്ധന്മാര്, വയോവൃദ്ധന്മാര്, ജ്ഞാനവൃദ്ധന്മാര് ഇവരെയൊക്കെ സേവിക്കലാണ് രാമന്റെ സ്ഥിരം ഇടവേളകളൊക്കെ അദ്ദേഹം അതിനുവേണ്ടിയാ വിനിയോഗിക്കുക. തേനാസ്യേഹാതുലാ കീർത്തി യശസ്തേജശ്ച വർദ്ധതേ ദേവാസുര മനുഷ്യാണാം സർവാസ്ത്രേഷു വിശാരദഃ. ദേവാസുര മനുഷ്യാണാം സർവാസ്ത്രേഷു വിശാരദഃ. എല്ലാവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നതില് ഇവൻ മിടുമിടുക്കനാണ്. ദേവന്മാരുടെ കയ്യിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാനും രാമന് സാമർഥ്യമുണ്ട്. തേന ഇഹ തേജഃ യശഃ. ഈ രാമനെ കൊണ്ട് ഈ ലോകത്തില് ഏറ്റവും തേജസ്സും യശസ്സും അസ്യ കീർത്തി അതുലാ വർദ്ധത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കീർത്തി തുലനമില്ലാതെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ കൊണ്ട്. സമ്യക് വിദ്യാവ്രതസ്നാതോ യഥാവത് സാംഗവേദവിത് ഗാന്ധർവേ ച ഭുവി ശ്രേഷ്ഠോ ബഭൂവ ഭരതാഗ്രജഃ. ഈ ഭരതജ്യേഷ്ഠനായ രാമൻ സമ്യക് വിദ്യാവ്രതസ്നാതഃ വേണ്ട പോലെ എല്ലാ വിദ്യകളും അഭ്യസിച്ച് സ്നാനം കഴിഞ്ഞവനാണ്. അല്ലെ, ആ ഔഭൃത സ്നാനം അവസാനത്തെ ആ കുളി കഴിഞ്ഞവനാണ് എന്നർത്ഥം. വിദ്യാഭ്യാസം കഴിഞ്ഞ് യഥാവത് സാംഗവേദവിത് എല്ലാ അംഗങ്ങളോടുകൂടി വേദങ്ങൾ അറിയുന്നവനാണ്. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് മുതലായിട്ടുള്ള അംഗങ്ങളോടുകൂടി വേദങ്ങളെ അറിയുന്നവനാണ്. അതുപോലെ ഗാന്ധർവേ ശ്രേഷ്ഠ ബഭൂവ. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ സംഗീതം. സംഗീത വിദ്യയിലും അവൻ ശ്രേഷ്ഠനാണ്. അപ്പോ പാട്ട് പാടാനും അത് ആസ്വദിക്കാനും അതിന്റെ തത്വങ്ങൾ അറിയുന്നവനുമാണ് എന്നർത്ഥം. കല്യാണാഭിജന സാധു അധീനാത്മാ മഹാദ്യുതി ദ്വിജൈരഭിവിനീതശ്ച ശ്രേഷ്ഠൈർ ധർമാർത്ഥ നൈപുണൈഹി. സാധുവാണ്, സ്വയം പരിശുദ്ധനും മറ്റുള്ളവരെ സേവിക്കുന്നവനുമാണ്. കല്യാണാഭിജന അദ്ദേഹം നല്ല ഗുണങ്ങളോടുകൂടി ജനിച്ചവനാണ് എന്നർത്ഥം. കല്യാണ ഗുണങ്ങളോടുകൂടി ജാതനായവനാണ്. അധീനാത്മ അദ്ദേഹത്തിന്റെ മനസ്സൊരിക്കലും ദൈന്യം ബാധിക്കുന്നതല്ല, എപ്പോഴും ഉത്സാഹിയാണ്. മഹാദ്യുതി തേജസ്വിയാണ്. ധർമാർത്ഥ നൈപുണൈഹി ശ്രേഷ്ഠ ദ്വിജൈഹി അഭിവിനീതഃ. നല്ല നിപുണന്മാരായ പണ്ഡിതന്മാരായ ബ്രാഹ്മണരാൽ വേണ്ട പോലെ ശിക്ഷണം കൊടുക്കപ്പെട്ടിട്ടുള്ളവനാണ്. നല്ല പാണ്ഡിത്യമുള്ളവരുടെ ശിഷ്യനാണ്. വസിഷ്ഠാദികളുടെ, വിശ്വാമിത്രന്റെ ഒക്കെ ശിഷ്യനാണ്. യഥാ വ്രജതി സംഗ്രാമം ഗ്രാമാർത്തെ നഗരസ്യ ഗത്വാ സൗമിത്രി സഹിതോ നാവിജിത്യ നിവർത്തതേ. ഒരു ചെറിയ ഗ്രാമത്തിനോ നഗരത്തിനോ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിലും ലക്ഷ്മണനോടുകൂടി അദ്ദേഹം യുദ്ധത്തിനായി കൊണ്ടുപോയാൽ സംഗ്രാമം വ്രജതി. സംഗ്രാമം യുദ്ധമാണ്. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ
അവിജിത്യ നിവർത്തത, ജയിക്കാതെ മടങ്ങി വരാറില്ല. അപ്പൊ ജയം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശീലമാണ്, സ്വഭാവമാണ്. സംഗ്രാമാത് പുനരാഗമ്യ കുഞ്ചരേണ രഥേനവ പൗരാൻ സ്വജനവൻ നിത്യം കുശലം പരിപൃച്ഛതി പുത്രേഷു അഗ്നിഷു ദാരേഷു പ്രേഷ്യ ശിഷ്യഗണേഷു ച നിഖിലേന അനുപൂർവ്യാച്ച പിതാ പുത്രാനി പൗരസാൻ. യുദ്ധം കഴിഞ്ഞ് ആനപ്പുറത്തൊക്കെ തിരിച്ച് എഴുന്നള്ളി വരുമ്പോ രഥത്തിലോ ആനപ്പുറത്തോ വരുന്നതായുള്ള സമയത്ത് കാണുന്ന പൗരന്മാരോടൊക്കെ സ്വജനവത്, തന്റെ ബന്ധുജനങ്ങളോട് സംസാരിക്കുന്നത് പോലെ കുശലം പരിപൃച്ഛതി, എല്ലാവരോടും കുശലം ചോദിക്കും. പറഞ്ഞാലോ യുദ്ധം ജയിച്ചു വരുമ്പോ അതിന്റെ ഗർവമൊന്നും പ്രകടിപ്പിക്കില്ല, അഹങ്കാരമൊന്നും പ്രകടിപ്പിക്കില്ല. എല്ലാവരെയും സ്വജനങ്ങളായി കണ്ട് അവരോട് സംഭാഷണം ചെയ്യും. അതുപോലെ ഓരോരുത്തരോടും അവരുടെ പുത്രന്മാരെ കുറിച്ച് പരിപൃച്ഛതി ചോദിക്കും. എങ്ങനെ, മക്കൾക്കൊക്കെ സുഖം തന്നെയോ? അഗ്നിഷു, ബ്രാഹ്മണരുടെയൊക്കെ അഗ്നിഹോത്ര വിഷയങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കണ്ടോ? പൂജാദികളൊക്കെ വേണ്ട പോലെ നടക്കണ്ടോ? ദാരേഷു, അവരുടെ ഭാര്യമാരെ കുറിച്ച് കുശലം ചോദിക്കും. പ്രേഷ്യ ശിഷ്യഗണേഷു, അവരുടെ സഹായികള് ശിഷ്യഗണങ്ങള് അവർക്കൊക്കെ സുഖം തന്നെയോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരോടും ഒന്നും വിട്ടുപോകാതെ നിഖിലേന പിതാ ഔരസാൻ പുത്രാനിവ, ഒരു പിതാവ് തന്റെ ഉള്ളിൽ, തന്റെ ഉരസിൽ നിന്നുണ്ടായ, തന്റെ ശരീരത്തിൽ നിന്നുണ്ടായ മക്കളെ പോലെ തന്നെ സ്വജനവത്, തന്റെ ബന്ധുക്കളെ പോലെ ആനുപൂർവ്യാത് കുശലം പൃച്ഛതി, ഓരോരുത്തരോടും ക്രമത്തിൽ ചോദിക്കേണ്ട കുശലങ്ങളൊക്കെ ചോദിക്കും, ഒന്നും വിടാതെ. അപ്പൊ ജനങ്ങൾക്ക് ഇത്രയും സന്തോഷമുണ്ടാക്കുന്ന ആ ഒരു രീതി അല്ലെ. നമ്മുടെ ഇന്നത്തെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോ, അവരെ കാണണമെങ്കിൽ അല്ലെ എത്ര ദിവസങ്ങൾ മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും. എന്നിട്ട് കണ്ടാലോ ആട്ടും തുപ്പുമൊക്കെ കേൾക്കേണ്ടി വരും. ഏതാണ് നല്ലത്, ഈ ജനാധിപത്യോ ആ രാജാധിപത്യോ? ഏതാണ് ശ്രേഷ്ഠം? ചിന്തിക്കുക. രാജാധിപത്യത്തെ ഏകാധിപത്യമായിട്ട് പരിഹസിക്കുന്ന ഇന്നത്തെ ജനാധിപത്യ ഇതിലുള്ള നേതാക്കന്മാർക്കൊക്കെ കണ്ടു പഠിക്കേണ്ട പാഠങ്ങളാണ് വാൽമീകി രാമായണത്തിൽ നിന്ന്, ഈ രാമന്റെ കഥയിൽ നിന്ന്. പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനാണ് രാജാവ്, എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ് രാമൻ. എല്ലാം തികഞ്ഞവനാണ് രാമൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഓരോരുത്തരോടും ചോദ്യം ചെയ്യുന്നു. ശുശ്രൂഷം ശിഷ്യാഹ കച്ചിത് കർമ്മസു ദംശിതാഹ ഇതി ന പുരുഷവ്യാഗ്രഹ സദാ രാമോ വിഭാഷത്തെ. ആ ബ്രാഹ്മണരൊക്കെ ദശരഥനോട് പറയണം, ഹേ പുരുഷവ്യാഗ്രഹ, ആ പുരുഷശ്രേഷ്ഠനായുള്ള രാമൻ, രാമ ഞങ്ങളോട് നഹ ഇതി അഭിഭാഷത, ഇങ്ങനെയൊക്കെ ഭാഷണം ചെയ്യുന്നു. എന്താണ്? ശിഷ്യാഹ കർമ്മസു സദാ ദംശിതാഹ ശുശ്രൂഷന്തേ കച്ചിത്. ബ്രാഹ്മണരോട് ചോദിക്കണം, നിങ്ങളുടെ ശിഷ്യന്മാരൊക്കെ നല്ല സന്നദ്ധരായിട്ട്, ദംശിതന്മാരെന്ന് പറഞ്ഞാൽ കച്ച കെട്ടിയിട്ട് എന്നൊക്കെ അർത്ഥമാണ്, നല്ല സന്നദ്ധരായിട്ട് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കർമ്മങ്ങളിലൊക്കെ ശുശ്രൂഷന്തേ, വേണ്ടതുപോലെ നിങ്ങളെ അനുസരിക്കുന്നുണ്ടോ? വിധേയത്വം കാണിക്കുന്നുണ്ടോ എന്ന് ഗുരുക്കന്മാരോടൊക്കെ ശിഷ്യന്മാരെ കുറിച്ചുള്ള അന്വേഷണം. അങ്ങനെയുള്ള നല്ല ശിഷ്യന്മാരുള്ള അല്ലെ രാജ്യമായിരിക്കണം ക്ഷേമമുള്ള രാജ്യം. ഇന്നത്തെ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ എന്താ നടക്കുന്നത് ചിന്തിക്കാം. അപ്പൊ ശുശ്രൂഷന്തേ കച്ചിത്, എല്ലാവരും നിങ്ങളെ വണക്കത്തോടെ അനുസരിക്കുന്നുണ്ടോ, ശുശ്രൂഷിക്കുന്നുണ്ടോ? വ്യസനേഷു മനുഷ്യാണാം വൃശം ഭവതി ദുഃഖിതഃ ഉത്സവേഷു ച സർവേഷു പിതേവ പരിതുഷ്യതേ. മനുഷ്യാണാം വ്യസനേഷു, തന്റെ പ്രജകളുടെ വ്യസനങ്ങളിൽ, അവരുടെ വ്യസനം കാണുമ്പോൾ വൃശം ദുഃഖിതഃ ഭവതി, രാമനും അതുപോലെ ദുഃഖിക്കുന്നവനായി ഭവിക്കും. അവരുടെ ദുഃഖം തന്റെ ദുഃഖമായി താദാത്മ്യം പ്രാപിക്കുന്നു. സർവേഷു ഉത്സവേഷു, അവർക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പിതായിവ പരിതുഷ്യതി, ഒരു പിതാവ് മക്കളുടെ സന്തോഷത്തിൽ എങ്ങനെ സന്തോഷിക്കുമോ അതുപോലെ തന്റെ പ്രജകളുടെ സന്തോഷം രാമന്റെ സന്തോഷമായിരുന്നു. സത്യവാദി മഹേശ്വാസോ വൃദ്ധസേവീ ജിതേന്ദ്രിയ സ്മിത പൂർവാഭിഭാഷീ ച ധർമ്മം സർവാത്മനാശ്രിതഃ. വീണ്ടും വീണ്ടും പറഞ്ഞത്, മുമ്പേ പറഞ്ഞതൊക്കെ ആവർത്തിക്കുന്നുണ്ട്. വലിയ വില്ലാളി വീരനാണ്, സത്യവാദിയാണ്, വൃദ്ധന്മാരെ സേവിക്കുന്നവരാണ്, ഇന്ദ്രിയജയം നേടിയവരാണ്. ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ആദ്യമേ സംഭാഷണം ചെയ്യും.
എല്ലാം കൊണ്ടും ധർമ്മത്തെ പൂർണ്ണമായി ആശ്രയിച്ചവനാണ്. സമ്യക് യോക്താശ്രയസാം ച ന വിഗൃഹ്യ കഥാ രുചി ഉത്തരോത്തര യുക്തൗ ച ഭക്താ വാചസ്പതിർയതാം. ശ്രേയസ് ആയിട്ടുള്ള കർമ്മങ്ങളിൽ, ശ്രേയസ്സുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ സമ്യക് യോക്ത, നല്ലതുപോലെ യോജിക്കുന്നവനാണ്. അപ്പൊ ശ്രേഷ്ഠ കർമ്മങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നവനും ന വിഗൃഹ്യ കഥാരുചി, ഗർഹണീയങ്ങളായ കഥകളിൽ രുചിയേ ഇല്ല. നിന്ദ്യങ്ങളായ കാര്യങ്ങൾ കേൾക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. മറ്റുള്ള പരദൂഷണങ്ങളോ വേണ്ടാത്ത കാര്യങ്ങളിലോ ഒന്നും ഒരു ശ്രദ്ധയുമില്ല. ഉത്തരോത്തര യുക്തൗച്ച ഭക്ത വാചസ്പതിര്യത, ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. വാചസ്പതി ബൃഹസ്പതി, ആ ബൃഹസ്പതി എങ്ങനെയാണോ ഓരോരുത്തരുടെ യുക്തികൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുക, അതുപോലെ യുക്തിസഹമായിട്ട് സംവാദം ചെയ്യുന്നവനാണ്. സുബ്രൂരായതാമ്രാക്ഷഃ സാക്ഷാത് വിഷ്ണുരിവ സ്വയം രാമോ ലോകാഭിരാമോയം ശൗര്യവീര്യപരാക്രമൈഃ. നല്ല പുഴികക്കൊടിയുള്ളവനും നല്ല ചെന്താമരക്കണ്ണനും സാക്ഷാത് വിഷ്ണുവിനെ പോലെ തന്നെ ഉള്ളവനാണ്. ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്ന അയം രാമ ശൗര്യ വീര്യ പരാക്രമങ്ങളെ കൊണ്ട് വിഷ്ണുവിന് തുല്യനാണ്. പ്രജാപാലന തത്വജ്ഞോ രാഗോ ബഹതേന്ദ്രിയഃ ശക്തത്രൈലോക്യമപ്യേഷോ ഭോക്തും കിന്നു മഹിമിമാം. പ്രജാപാലന തത്വജ്ഞ, നല്ല ഭരണകാര്യങ്ങളിൽ പ്രജകളെ പരിപാലിക്കുന്ന കാര്യങ്ങളിലൊക്കെ അതിന്റെ തത്വങ്ങളെല്ലാം അറിയുന്നവനാണ്, ഭരണ നിപുണനാണ്. ന രാഗോപഹത ഇന്ദ്രിയ, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ രാഗത്താൽ ഉപഹതങ്ങളല്ല. എന്ന് പറഞ്ഞാലോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുള്ളതല്ല അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ അല്ലെ. നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പ്രീതി ഉണ്ടാകുമ്പോൾ അവരോട് നമ്മൾ പ്രീതിയോട് പെരുമാറും, പക്ഷപാതപരമായിട്ട് നമ്മൾ പെരുമാറും. അങ്ങനെയുള്ള പക്ഷപാതപരമായിട്ട് പെരുമാറേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം രാമന്റെ ഇന്ദ്രിയങ്ങൾ രാഗത്താൽ ഉപഹതങ്ങളല്ല, നശിപ്പിക്കപ്പെട്ടിട്ടില്ല, പ്രിയാപ്രിയങ്ങൾ പ്രകടിപ്പിക്കുന്നതല്ല. യഥാർത്ഥമായി ആ ഒബ്ജക്റ്റീവിറ്റി എന്ന് പറയുന്ന ഗുണം രാമനില് സ്പഷ്ടമാണ് എന്നർത്ഥം. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി മാത്രം അതിനോട് പ്രതികരിക്കുക. അതുപോലെ ശക്തഃ ത്രൈലോക്യമപി ഏഷഃ ഭോക്തും, ഏഷഃ ത്രൈലോക്യമപി ഭോക്തും ശക്തഃ, മൂന്ന് ലോകങ്ങളും അനുഭവിക്കാൻ ഭരിക്കുവാൻ യോഗ്യനാണ്. പിന്നെയാണോ കിംനു മഹീമിമ, പിന്നെയാണോ ഈ ചെറിയ ഭൂമി? അപ്പൊ ഭൂമിയൊന്നും രാമനൊന്നുമല്ല എന്ന് പറയണം. നാസ്യ ക്രോധഃ പ്രസാദശ്ച നിരർത്തോസ്തി കഥാചന ഹന്യേവ നിയമാത് വധ്യാൻ യത്ര ഈശ പരികുപ്യതി. അസ്യ ക്രോധഃ പ്രസാദഃ നിരർത്തഃ കഥാചന നാസ്തി. അദ്ദേഹത്തിന് ക്രോധം വന്നാൽ വെറുതെയാവില്ല, അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസാദവും വെറുതെയാവില്ല. പ്രസാദിച്ചാൽ ആരുടെ നേരെ പ്രസാദിച്ചോ അവർക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നെങ്കിൽ, ആരുടെ നേരെ ക്രോധിച്ചോ അവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കും. അതാണ് ഹന്യേവ നിയമാ വധ്യാൻ, വധിക്കപ്പെടേണ്ടവൻ നിയമപ്രകാരം വധിക്കപ്പെടേണ്ടവനാണെങ്കിൽ അവനെ കൊല്ലുക തന്നെ ചെയ്യും, അവനെ ഹനിക്കുക തന്നെ ചെയ്യും. ആരുടെ നേരെയാണോ ഇവൻ കോപിക്കുന്നത് അവന്റെ പണി കഴിഞ്ഞു. യുനക്ത്യർത്ഥൈ പ്രഹൃഷ്ടശ്ച തമസൗ യത്ര തുഷ്യതി. അസൗ യത്ര തുഷ്യതി, ഇവൻ ആരുടെ നേരെ സന്തോഷിക്കുന്നുവോ തം പ്രഹൃഷ്ടഃ അർത്ഥൈഹി യുനക്തി, അവന്റെ നേരെ പ്രഹൃഷ്ടനായിട്ട് അവന് സന്തോഷം ഉണ്ടാക്കുന്ന പ്രയോജനങ്ങളോട് യോജിപ്പിക്കുന്നു, അർത്ഥങ്ങളെ കൊണ്ട് അവനെ യോജിപ്പിക്കുന്നു, അവന് പ്രയോജനം ഉണ്ടാകുന്നു. ദാന്തൈ സർവ പ്രജാകാന്തൈ പ്രീതി സഞ്ജനൈർ നൃണാം ഗുണൈർ വിരുചേ രാമോ ദീപ്തഃ സൂര്യൈവ അംശുഭിഃ. സൂര്യഃ അംശുഭിഃ ഇവ ദീപ്തഃ. സൂര്യൻ എങ്ങനെ തന്റെ കിരണങ്ങളെ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നത്, അതുപോലെ ഈ രാമൻ ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് പ്രീതി സഞ്ജനനൈ, പ്രീതിയെ ഉണ്ടാക്കുന്നതും സർവപ്രജാകാന്തൈഹി, എല്ലാ പ്രജകൾക്കും ആകർഷണീയങ്ങളായിട്ടുള്ള ഗുണൈഹി വിരുചി, ഗുണങ്ങളെ കൊണ്ട് വിശേഷേണ രോചിച്ചു ശോഭിച്ചു എന്നർത്ഥം. തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ലോകപാലോപമം നാദം അകാമയതമേദിനി. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളെ കൊണ്ടും സമ്പന്നനായ സത്യപരാക്രമനായ രാമനെ ഈ ലോകപാലന്മാർക്ക് തുല്യനാണ്, ഇന്ദ്രാദികൾക്ക് തുല്യനാണ്. അങ്ങനെയുള്ള രാമനെ നാഥനായിട്ട് ഈ മേദിനി പോലും കാമിക്കുന്നു എന്നാണ്. ഭൂമി പോലും തന്റെ ഭർത്താവായി, തന്റെ ഭരണകർത്താവായി,
തന്റെ രക്ഷകനായി രാമനെ ആഗ്രഹിക്കുന്നു. വത്സഹ ശ്രേയസി ജാതസ്തേ ദിഷ്ട്യാ സൗതവ രാഘവ ദിഷ്ട്യാ പുത്രഗുണയുക്തോ മാരീചൈവ കാശ്യപഃ. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തെ കുറിച്ച് പറയുകയാണ് ദശരഥൻ. ദിഷ്ട്യ എന്ന് പറഞ്ഞാല് ഭാഗ്യേന എന്നർത്ഥം. അപ്പോ ഹേ രാഘവ എന്ന് ദശരഥനെ സംബോധിക്കണം. അല്ലയോ രഘുകുലത്തിൽ വന്ന ഹേ ദശരഥ മഹാരാജാവേ, അങ്ങയുടെ പുത്രൻ ഗുണൈഹി യുക്തഃ അസൗ, എല്ലാ ഗുണങ്ങളെ കൊണ്ടും ചേർന്നിരിക്കുന്ന ഇവൻ തവ ശ്രേയസി ദിഷ്ട്യ, അങ്ങയുടെ പുണ്യം കൊണ്ട്, അങ്ങേക്ക് പുണ്യത്തിനായിക്കൊണ്ട് ദിഷ്ട്യ, ഇവൻ പുത്രനായിട്ട് ജനിച്ചത് അങ്ങയുടെ സകല കടങ്ങളും തീർന്ന് എല്ലാ പാപങ്ങളിൽ നിന്നും അങ്ങയെ നരകങ്ങളിൽ നിന്നും മുക്തനാക്കാനാണ്. അല്ലെ, പുത്രൻ എന്നാൽ ആരാണ്? പുത്തെന്ന നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ. അപ്പോ ഇവൻ പുത്രനായി കിട്ടിയത് അങ്ങയുടെ ഭാഗ്യമാണ്. ദിഷ്ട്യാതേ വത്സഹ ജാതഃ, ഭാഗ്യം കൊണ്ടാണ് ഇവൻ അങ്ങയുടെ പുത്രനായി വത്സനായി ജാതനായിരിക്കുന്നത്. ഏതുപോലെ മാരീചഃ കാശ്യപഃ ഇവ. മരീചി ബ്രഹ്മാവിന്റെ മൂത്ത പുത്രനാണ് മരീചി മഹർഷി, മരീചി എന്ന പ്രജാപതി. അദ്ദേഹത്തിന്റെ പുത്രനായ കശ്യപനെ പോലെ, കശ്യപ പ്രജാപതി. അപ്പൊ മരീചിയുടെ പുത്രനായ കശ്യപനെ പോലെ അങ്ങേക്ക് രാമൻ പുത്രനായി വന്നിരിക്കും. കശ്യപനെ കൊണ്ട് മരീചി ശ്രേഷ്ഠനായി മാറി. മരീചിക്ക് യശസ്സുണ്ടായത് കശ്യപനിലൂടെയാണ്, അല്ലെ? കശ്യപന് ഭഗവാൻ എത്ര തവണ മകനായിട്ട് ജനിച്ചു, ഏതൊക്കെ രീതിയിൽ? അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണോ മരീചിക്ക് കശ്യപൻ മകനായി ജനിച്ചതുകൊണ്ട് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി തീർന്നത്, എല്ലാവരാലും ഓർമ്മിക്കുന്നവനായി തീർന്നത്, അതുപോലെ രാമന്റെ ജന്മം കൊണ്ട് ഹേ ദശരഥ അങ്ങ് ശ്രേഷ്ഠനായി തീർന്നു, അങ്ങ് ഭാഗ്യവാനാണ്. ബലം ആരോഗ്യമായുശ്ച രാമസ്യ വിദിതാത്മനഃ ദേവാസുര മനുഷ്യേഷു സഗന്ധർവോരകേഷു ച ആശംസതേ ജനഃ സർവോ രാഷ്ട്രേ പുരവരേ തഥാ ആഭ്യന്തരശ്ച ബാഹ്യശ്ച പൗരജാനപദോ ജനഃ. ദേവാസുര മനുഷ്യേഷു സഗന്ധർവ ഉരകേഷു, ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലും ഗന്ധർവന്മാരിലും മൃഗങ്ങളിലും എല്ലാവരിലും വെച്ച് പുരവരേ രാഷ്ട്രീയച്ച, നഗരത്തിലും രാഷ്ട്രത്തിൽ അങ്ങയുടെ ദേശത്തിലും സർവ ജനഃ, എല്ലാ ജനങ്ങളും തഥാ ആഭ്യന്തര ബാഹ്യ, അന്തഃപുരത്തിലുള്ളവരും പുറത്തുള്ളവരുമായിട്ടുള്ള പൗരജാനപദാഹ ജനഃ, പുരങ്ങളിൽ പട്ടണങ്ങളിലുള്ളവരും ജനപദങ്ങളിലുള്ളവരുമായിട്ട് ജനങ്ങള് വിദിതാത്മനഃ രാമസ്യ ബലം ആരോഗ്യം ആയുഹു ആശംസതേ, ആ എല്ലാം അറിയുന്ന രാമന്, പ്രസിദ്ധനായ രാമന് ആയുസ്സും ആരോഗ്യവും ബലവും ആശംസിക്കുന്നു. എല്ലാവരും രാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. എല്ലാവരുടെയും ആശീർവാദത്തിന് വിധേയനാണ് രാമൻ. സ്ത്രീയോ വൃദ്ധാസ്തരുണ്യശ്ച സായം പ്രാതസമാഹിതാഃ സർവാൻ ദേവാൻ നമസ്യന്തി രാമസ്യാപ്തേ യശസ്വിനഃ. ആബാലവൃദ്ധം ജനങ്ങളും രാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തരുണ്യ യുവതികളാകട്ടെ, വൃദ്ധാഹ വൃദ്ധകളും, സ്ത്രീകളും, സായം പ്രാതഃ സമാഹിതാഹ രാവിലെയും വൈകുന്നേരവും ഏകാഗ്രചിത്തരായിട്ട് യശസ്വിനഃ, ആ യശസ്വിയായ രാമന്റെ രാമസ്യാർത്ഥേ രാമന് വേണ്ടിയിട്ട് ദേവാൻ സർവാൻ നമസ്യന്തി, അവർ ദേവന്മാരെയൊക്കെ നമസ്കരിക്കുന്നത് രാമന് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. രാമന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ, അല്ലെ? എല്ലാവരാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടണം. ഇത് നമ്മളെ എല്ലാവരും ശപിക്കുന്ന പരിപാടികളാ. നമ്മളല്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന ആരുമല്ല, പൊതുവേ ലോകം, അല്ലെ? ഓരോരുത്തരെയും ലോകം ശപിക്കും. ഓരോരുത്തരുടെ ശാപം കിട്ടുന്നതോറും നമ്മുടെ ആയുസ് കുറയുകയാണ്, നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്, ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. അപ്പൊ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ, മറ്റുള്ളവരുടെ ആശംസകളിൽ നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യവും ആയുസ്സും യശസ്സും എല്ലാം വർദ്ധിച്ചു വരും, എല്ലാ ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വരും. അതുകൊണ്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഹിതകരമായി, പ്രിയകരമായി, അല്ലെ, ജീവിക്കാനായിക്കൊണ്ട് നമുക്ക് പരിശീലിക്കാം, ശ്രമിക്കാം. രാമനെ പോലെ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതിരി ആവട്ടെ. ദേശാം അഭിമതം ദേവ ത്വൽപ്രസാദാൽ സമൃദ്ധ്യതാം. ഹേ ദേവ എന്ന് ദശരഥനെ സംബോധനയാണ്. അല്ലയോ ദേവ, ദേശാം അഭിമതം, അവരുടെയൊക്കെ ആഗ്രഹങ്ങള്, ഈ പ്രജകളുടെയൊക്കെ ആഗ്രഹങ്ങള്
ത്വൽപ്രസാദ സമൃദ്ധ്യത, അങ്ങയുടെ പ്രസാദം കൊണ്ട് പ്രാപിക്കട്ടെ, അവര് സിദ്ധിയോട് കൂടിയതായിട്ട് ഭവിക്കട്ടെ. അപ്പോ രാമൻ രാജാവായി കഴിഞ്ഞാൽ എല്ലാവരും കൂടുതൽ സന്തോഷിക്കും. അവരുടെ പ്രാർത്ഥനയൊക്കെ രാമന് വേണ്ടിയിട്ടാണ്. അതിന് അങ്ങാണ് അനുമതി നൽകേണ്ടത്. രാജാവായ അങ്ങ് അനുവദിക്കുമ്പോഴേ അത് സാധിക്കുള്ളൂ. അപ്പോ അത് അങ്ങ് തന്നെ മനസ്സ് വെച്ചിരിക്കണം. എങ്കിലും ഞങ്ങൾ ഒന്നുകൂടെ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് പ്രസാദിക്കണം, രാമനെ വേഗം രാജാവാക്കണം. രാമമിന്ദീപരശ്യാമം സർവശത്രു നിബർഹണം പശ്യാമോ യൗവരാജ്യസ്ഥം തവ രാജോത്തമാത്മജം. ഹേ രാജോത്തമ, രാജാക്കന്മാരിൽ ഉത്തമനായ ഹേ ദശരഥ, അങ്ങയുടെ പുത്രനെ ആത്മജനെ ഇന്ദീവരശ്യാമം, ആ താമര പോലെ, നീലത്താമര പോലെ ശ്യാമവർണ്ണത്തോടു കൂടിയവനായ സർവശത്രു നിബർഹണം, എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നവനായ അങ്ങയുടെ ആത്മജനെ രാമനെ യൗവരാജ്യസ്ഥം പശ്യാമ, യുവരാജാധികാരം സ്ഥാപിച്ചവനായിട്ട് ഞങ്ങൾ കാണുമാറാകട്ടെ, ഞങ്ങൾ കാണാൻ കൊതിക്കുന്നു. തം ദേവദേവോപമാത്മജം തേ സർവസ്യ ലോകസ്യ ഹിതേ നിവിഷ്ടം ഹിതായ ക്ഷിപ്രമുദാരജുഷ്ടം മുദാഭിഷേക്തും വരദ ത്വമർഹസി. ഹേ വരദ, ഞങ്ങൾക്കൊക്കെ വരത്തെ നൽകുന്നവനെ എന്ന് ദശരഥനെ വിളിക്കണം. സർവസ്യ ലോകസ്യ ഹിതേ, എല്ലാ ലോകത്തിന്റെയും ഹിതത്തിനായിക്കൊണ്ടും ദേവദേവോപമം നിവിഷ്ടം ഉദാരജുഷ്ടം തേ തമാത്മജം, ദേവദേവന്മാർക്ക് സമാനനായ മഹാവിഷ്ണുവിന് തുല്യനായിരിക്കുന്ന എല്ലാ യോഗ്യതകളും തികഞ്ഞ ഉദാരജുഷ്ടനായ എല്ലാ ഗുണങ്ങളോടും കൂടിയവനായ അങ്ങയുടെ ആ പുത്രനെ നഹാഹിതായ, ഞങ്ങളുടെ ഹിതത്തിനായിക്കൊണ്ടും ക്ഷിപ്രം ത്വം മുദാഭിഷേക്തും അർഹസി, വേഗത്തിൽ അങ്ങ് സന്തോഷപൂർവം അഭിഷേകം ചെയ്യേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തെ ഒട്ടും താമസിപ്പിക്കേണ്ട, വേഗം അഭിഷേകം ചെയ്ത് രാജാവായി കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സർഗം പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യ അയോധ്യാകാണ്ഡേ ദ്വിതീയ സർഗഃ. രണ്ടാം സർഗം പൂർണ്ണമായി. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് അഭിഷേകം നിശ്ചയിക്കുകയാണ്. അഭിഷേകം നിശ്ചയിച്ച് ദശരഥൻ ശ്രീരാമന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ വസിഷ്ഠ മഹർഷിയോട് അഭിഷേകത്തിന് വേണ്ടതായിട്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നതും ആ വസിഷ്ഠ മഹർഷി അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് മൂന്നാം സർഗം. അത് തൃതീയ സർഗഃ. തേഷാം അഞ്ജലി പദ്മാനി പ്രഗൃഹീതാനി സർവശഃ പ്രതിഗൃഹ്യ ബ്രവീദ് രാജാ തേഭ്യഃ പ്രിയഹിതം വചഃ. ആ രാജാവായ ദശരഥൻ തേഷാം പ്രഗൃഹീതാനി അഞ്ജലി പദ്മാനി പ്രതിഗൃഹ്യ, അവരുടെ വന്നിരിക്കുന്ന സഭാവാസികളായുള്ള ജനങ്ങളുടെ മുഴുവൻ പ്രഗൃഹീതാനി അഞ്ജലി പദ്മാനി, അവരൊക്കെ അഞ്ജലി പദ്മങ്ങളെ പ്രഗൃഹീതങ്ങളായിട്ടുണ്ട്. രാജാവിന്റെ നേരെ തൊഴുകയോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം അപേക്ഷയാണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈ കൂപ്പിക്കൊണ്ട് രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനെ പ്രതിഗ്രഹിക്ക, രാജാവ് എന്ത് ചെയ്തു? അതിനെ പ്രതിഗ്രഹിച്ചു എന്ന് പറഞ്ഞാല് അതിനെ ബഹുമാനിച്ചു, സൽക്കരിച്ചു. നിങ്ങളുടെ എല്ലാം അഭിപ്രായം, നിങ്ങളുടെ എല്ലാം അപേക്ഷ നമ്മൾ സ്വീകരിച്ചിരിക്കണോ, സന്തോഷം എന്ന മട്ടില് അതിനെ ആംഗ്യങ്ങളെ കൊണ്ട് പ്രതിഗ്രഹിച്ചിട്ട് തേഭ്യഃ സർവശഃ പ്രിയഹിതം വചഃ അബ്രവീത്, അവർക്ക് എല്ലാ പ്രകാരത്തിലും പ്രിയവും ഹിതവുമായിരിക്കുന്ന, കേൾക്കാൻ സന്തോഷം ജനിപ്പിക്കുന്നതും അവർക്കെല്ലാം നന്മയുണ്ടാക്കുന്നതുമായിട്ടുള്ള വാക്കിനെ ദശരഥൻ പറയുകയാണ്. അഹോസ്മി പരമപ്രീതഃ പ്രഭാവശ്ചാതുലോ മമ യന്മേ ജ്യേഷ്ഠം പ്രിയം പുത്രം യൗവരാജ്യസ്ഥം ഇച്ഛത. ഹോ, സന്തോഷം പ്രകടിപ്പിക്കണം. ആശ്ചര്യം, ആശ്ചര്യം. അഹം പരമപ്രീതഹാസ്മി, ഞാൻ പരമപ്രീതനായിരിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം. പ്രഭാവശ്ച അതുലോ മമ, എന്റെ പ്രഭാവം തുലനമില്ലാത്തതായിരിക്കുന്നു. ഞാൻ ഏറ്റവും ഭാഗ്യവാനായിരിക്കുന്നു. എന്തെന്നാൽ യത് മേ ജ്യേഷ്ഠം പ്രിയം പുത്രം യൗവരാജ്യസ്ഥം ഇച്ഛത, എന്റെ ജ്യേഷ്ഠപുത്രനെ യുവരാജസ്ഥാനത്തിരിക്കുന്നവനായിട്ട് നിങ്ങൾ ഇച്ഛിക്കുന്നുവല്ലോ. യൂയം ഇച്ഛത, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് കേട്ടത് മതി. ഞാൻ ധന്യനായി, ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു.
ഇതി പ്രത്യർച്യതാൻ രാജ ബ്രാഹ്മണാനിതമബ്രവീത് വസിഷ്ഠം വാമദേവം ച തേഷാം ഏവോപസൃണ്വതാം. ഇതി താൻ പ്രത്യർച്യ, ഇപ്രകാരം അവരെയെല്ലാം വേണ്ട പോലെ ബഹുമാനിച്ച് അവരോട് മറുപടി പറഞ്ഞിട്ട് ആ രാജാവ് ബ്രാഹ്മണാനിതമബ്രവീത്, ബ്രാഹ്മണന്മാരോട് ഇപ്രകാരം പറഞ്ഞു. വസിഷ്ഠം വാമദേവം ച, അതിൽ ബ്രാഹ്മണരിൽ മുഖ്യന്മാരാണ് പുരോഹിതന്മാരായിട്ടുള്ള വസിഷ്ഠ മഹർഷിയും വാമദേവനും. തേഷാമേവ ഉപസൃണ്ണത, ഈ രാജാക്കന്മാരും മറ്റൊന്നും പോയിട്ടില്ല. അവരടുത്ത് കേട്ടുകൊണ്ട് നിൽക്കേ തന്നെ, അവർ കേൾക്കേ അവരുടെ സന്നിധിയിൽ വെച്ച് തന്നെ വസിഷ്ഠ വാമദേവാദികളായ ബ്രാഹ്മണരോട് രാജാവ് ഇപ്രകാരം പറഞ്ഞു. ചൈത്ര ശ്രീമാനയം മാസഃ പുണ്യഃ പുഷ്പിതകാനനഃ യൗവരാജ്യായ രാമസ്യ സർവമേവ ഉപകൽപ്യതാം. ഇപ്പോൾ ചൈത്രമാസമാണ്, നമ്മുടെ ഇവിടെ മേടമാസം ആവുന്ന കാലമാണ്, നല്ല വസന്ത ഋതുവാണ് ചൈത്രം. നമുക്കിവിടെ ഗ്രീഷ്മമാണെങ്കിലും മൊത്തത്തിൽ ഭാരതത്തില് വസന്ത ഋതുവാണ്. അപ്പൊ വസന്ത ഋതുവാണ് ശ്രീമാനായ ചൈത്രമാസം. അയം മാസ പുണ്യ, എല്ലാ സൽക്കർമ്മങ്ങൾക്കും ശ്രേഷ്ഠമാണ് അല്ലെ. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന കാലമാണ്, എല്ലാ കാര്യങ്ങളും വിജയിക്കുന്ന കാലമാണ്. അതുകൊണ്ട് പുണ്യ പുഷ്പിത കാനന, കാനനങ്ങളെല്ലാം പുഷ്പങ്ങളെ കൊണ്ട് സമൃദ്ധമായിരിക്കുന്ന വസന്ത ഋതു. അതുകൊണ്ട് രാമസ്യ യൗവരാജ്യായ, രാമന്റെ യുവരാജാഭിഷേകത്തിനായിക്കൊണ്ട് സർവമേവ ഉപകൽപ്യതാം, എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം വേണ്ടത് തയ്യാറാക്കപ്പെടട്ടെ, അതിന് നിങ്ങൾ വേണം നേതൃത്വം കൊടുക്കാനെന്ന് ഗുരുക്കന്മാരോട് ബ്രാഹ്മണരോട് അഭ്യർത്ഥിച്ചു. രാജ്ഞസ്തു ഉപരദേവാക്യേ ജനഘോഷോ മഹാനഭൂത് ശനൈസ്തസ്മിൻ പ്രശാന്തേ ച ജനഘോഷേ നരാധിപഃ വസിഷ്ഠം മുനിശാർദൂലം രാജാവചനമബ്രവീത്. രാജ്ഞഃ വാക്യേ ഉപരതി, ആ രാജാവിന്റെ ഈ വാക്യങ്ങൾ ഒന്ന് അടങ്ങിയപ്പോൾ ജനഘോഷഃ മഹാനഭൂത്, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഘോഷം, ശബ്ദമുണ്ടായി എന്നർത്ഥം. കാരണം തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. വസിഷ്ഠനോടും വാമദേവനോടും ഒക്കെ വേണ്ടത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരംഭിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. ജനഘോഷഃ മഹാനഭൂത് തസ്മിൻ ജനഘോഷേ, ആ സമയത്ത് ആ ജനഘോഷം ഉണ്ടായപ്പോൾ ശനൈഹി പ്രശാന്തി, ആ ജനഘോഷം പതുക്കെ പ്രശാന്തമായപ്പോൾ, ഒന്ന് അടങ്ങിയപ്പോൾ നരാധിപഃ രാജാ, ആ രാജാവായിട്ടുള്ള ദശരഥൻ വസിഷ്ഠം മുനിശാർദൂലം വചനമബ്രവീത്, ആ മുനിശ്രേഷ്ഠനായ വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. അഭിഷേകായ രാമസ്യ യത്കർമ്മ സപരിച്ഛദം തദദ്യ ഭഗവൻ സർവമാജ്ഞാപയിതും അർഹസി. ഹേ ഭഗവൻ, അല്ലയോ സർവജ്ഞനായ ത്രികാലജ്ഞനായ വസിഷ്ഠ മഹർഷി, രാമസ്യ അഭിഷേകായ, രാമന്റെ അഭിഷേകത്തിനായിക്കൊണ്ട് കർമ്മ സപരിച്ഛദം യത് തത് സർവം അദ്യാജ്ഞാപയിതും അർഹസി. ഏതൊക്കെ കർമ്മങ്ങളാണോ വേണ്ടത് അതിന്റെ പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, ഏതൊക്കെ കർമ്മത്തിന് എന്തൊക്കെയാണോ ഉപകരണങ്ങൾ വേണ്ടത്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് വേണ്ടത്, യത് തത് സർവം, വേണ്ടത് മുഴുവൻ ആജ്ഞാപയിതും അർഹസി, ഇപ്പൊ തന്നെ അങ്ങ് ആജ്ഞാപിക്കേണ്ടതാണ്. അങ്ങ് ആജ്ഞാപിച്ചാൽ ഇവരെല്ലാം അത് വേണ്ടതെല്ലാം അങ്ങേക്ക് ചെയ്തു തരുന്നതായിരിക്കും. തത്ശ്രുത്വാ ഭൂമിപാലസ്യ വസിഷ്ഠോ ദ്വിജസത്തമഃ ആദിദേശ അഗ്രതോ രാജ്ഞഃ സ്ഥിതാൻ യുക്താൻ കൃതാഞ്ജലി. ആ ഭൂമിപാലസ്യ തത്ശ്രുത്വാ, മഹാരാജാവിന്റെ ഈ വാക്കുകളെ കേട്ടതായിട്ടുള്ള ആ ദ്വിജസത്തമഃ വസിഷ്ഠഃ, ബ്രാഹ്മണശ്രേഷ്ഠനായ വസിഷ്ഠൻ, രാജ്ഞഃ അഗ്രതഃ കൃതാഞ്ജലിം സ്ഥിതാൻ യുക്താൻ ആദിദേശ, രാജാവിന്റെ മുമ്പില് അഗ്രതഃ കൃതാഞ്ജലി, അഞ്ജലി കൂപ്പിക്കൊണ്ട് തൊഴുകയോടുകൂടെ നിൽക്കുന്ന യുക്താൻ, യുക്തന്മാരെന്ന് പറഞ്ഞാൽ വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ കിങ്കരന്മാര്, യോജിച്ചിരിക്കുന്നവർ, കാര്യങ്ങൾക്ക് വേണ്ടി യുക്തന്മാരായിരിക്കുന്നവർ, അവരോട് ആദിദേശ, കിങ്കരന്മാരോട് ഇങ്ങനെ ആദേശിച്ചു. എന്തൊക്കെയാ വേണ്ടതെന്ന് ചാർത്ത് കൊടുക്കണം അല്ലെ. ഒരു കർമ്മത്തിന് വേണ്ട ലിസ്റ്റ് എന്തൊക്കെയാണോ എടുത്തു പറയണം. സുവർണാദീനി രത്നാനി ബലീൻ സർവൗഷധീരഭി ശുക്ലമാല്യാംശ്ച ലാജാംശ്ച പൃഥക്ച മധുസർപ്പിഷി അഹദാനി ച വാസാംസി രഥം സർവായുധാന്യപി ചതുരംഗബലം ചൈവ ഗജം ച ശുഭലക്ഷണം ചാമരവ്യജനേ ചോഭേ ധ്വജം ഛത്രം ച പാണ്ഡു
പാണ്ഡുരം ശതം ച ശാതകുംഭാനാം കുംഭാനാം അഗ്നിവർച്ചസാം ഹിരണ്യശൃംഗം ഋഷഭം സമഗ്രം വ്യാഘ്രചർമ്മ ച യച്ഛാന്യത്കിഞ്ചിദേഷ്ടവ്യം തൽ സർവമുപകൽപ്യതാം ഉപസ്ഥാപയത പ്രാതഃ അഗ്നിയകാരം മഹീപതേ. അപ്പൊ ഒരു ചെറിയ ലിസ്റ്റാണ്. എന്തൊക്കെയാണ്? സുവർണാദീനി രത്നാനി, സ്വർണം മുതലായിട്ടുള്ള വിലമതിക്കുന്ന സാധനങ്ങള്, രത്നങ്ങള്, ബലികൾ എന്ന് പറഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ, നിവേദ്യങ്ങൾ, സർവ ഔഷധീഹി അപി, ഹോമം ചെയ്യാനുള്ള സസ്യജാലങ്ങള്, ഹോമം ഔഷധികള്, ശുക്ലമാല്യാൻ, വെള്ളപ്പൂമാലകള്, ലാജാൻ, മലരുകള്, ഹോമത്തിനായിട്ട് ലാജാഹോമത്തിന് മലര് വേണം. അതുപോലെ മധു സർപ്പിഷീച്ച്, തേനും നെയ്യും. അഹദാനിവാസാംസി, പുതിയ കോടി വസ്ത്രം, മുറിക്കാത്തത് എന്നൊക്കെ അർത്ഥത്തിലാണ്, ഉപയോഗിക്കാത്ത ഉലയാത്ത വസ്ത്രം. അഹദാനി വസ്ത്രാണി. ധ്വജം, കൊടിക്കൂറകള്. ഉഭേ ചാമരവ്യജനെ, 2 വെഞ്ചാമരങ്ങൾ വേണം, വീശറികൾ വേണം. പാണ്ഡുരം ഛത്രം ച, വെൺകൊറ്റക്കുടയൊന്ന് വേണം. അഗ്നിവർച്ചസാം ശാതകുംഭാനാം കുംഭാനാം ശതം, അഗ്നി പോലെ ജ്വലിക്കുന്ന കാന്തിയുള്ളതായിട്ടുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച 100 കലശങ്ങൾ വേണം. സമഗ്രം വ്യാഘ്രചർമ്മ ച, കോട്ടമില്ലാത്ത അഗ്രത്തോടു കൂടിയ പുലിത്തോല് വേണം, വ്യാഘ്രചർമ്മം വേണം. ഹിരണ്യശൃംഗം ഋഷഭം, സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയ ഒരു കാളയെ കൊണ്ടുവരണം, ഋഷഭത്തെ കൊണ്ടുവരണം. കിഞ്ചിത് അന്യത് യേഷ്ടവ്യം യത് തത്സർവം ച, ഇനി എന്തൊക്കെ കൊണ്ടുവരേണ്ടതുണ്ടോ, എന്തൊക്കെ ഒരുക്കങ്ങൾ വേണ്ടോ എല്ലാം വേണ്ടതുപോലെ പ്രാതഃ മഹീപതേഹി അഗ്നികാരം ഉപസ്ഥാപയത്, രാവിലെ തന്നെ ഈ രാജാവിന്റെ അഗ്നിശാലയില്, യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്നു വെക്കണം. ഉപസ്ഥാപയത് പൃഥക് രഥം സർവ ആയുധാനി അപി ചതുരംഗബലമേവ ശുഭലക്ഷണം ഗജം ച ഉപകൽപ്യതാം. ഇനി മറ്റൊരു ഭാഗത്ത്, വേറൊരു ഭാഗത്തായിട്ട് ആന, തേര്, കാലാള, കുതിര മുതലായിട്ടുള്ള 4 അംഗ സൈന്യത്തെയൊക്കെ വേണ്ടതുപോലെ ഒരുക്കി നിർത്തണം. അന്തഃപുരസ്യ ദ്വാരാണി സർവസ്യ നഗരസ്യ ച ചന്ദനസ്രഗ്വിരക്ഷ്യന്താന്തോപൈശ്ചഗ്രാണഹാരിഭിഃ. ആ സർവ അന്തഃപുര ഭാഗങ്ങളും നഗരസ്യ ദ്വാരാണി, നഗരത്തിന്റെ കവാടങ്ങളും എല്ലാം ഗ്രാണഹാരിഭിഃ ധൂപൈഃ, എല്ലാവരുടെയും മൂക്കിനെ ആകർഷിക്കുന്നതായിട്ടുള്ള ഗന്ധമുള്ള ധൂപങ്ങളെ കൊണ്ടും, ചന്ദന സ്രഗ്ഭിഃ അത്യന്താം, ചന്ദനങ്ങൾ മണക്കുന്ന മാലകളെ കൊണ്ടും എല്ലാം അലങ്കരിക്കപ്പെടട്ടെ. പ്രശസ്തം അന്നം കൃതവത് ദധിക്ഷീരോപസേചനം ദ്വിജാനാം ശതസാഹസ്രേ യത് പ്രകാമം അമലം ഭവേത് സൽകൃത്യ ദ്വിജമുഖ്യാനാം ശ്വഃ പ്രഭാതേ പ്രദീയതാം ഘൃതം ദധി ച ലാജാശ്ച ദക്ഷിണാശ്ചാപി പുഷ്കലാഃ. ദ്വിജാനാം ശതസാഹസ്രേ, ദ്വിജമുഖ്യാനാം പ്രശസ്തം ഘൃതവത് ക്ഷീരോപസേചനം ദധി അന്നം ച, പ്രശസ്തരായിട്ടുള്ള ആയിരക്കണക്കിന് ബ്രാഹ്മണര്, വേദവിത്തുക്കളായ ബ്രാഹ്മണർക്ക് നല്ല പ്രശസ്തങ്ങളായ ഘൃതവത് ക്ഷീരോപസേചനം, നല്ല നെയ്യും പാലും എല്ലാം കലർന്നതായിട്ടുള്ള ദധി അന്നം, അതുപോലെ തൈര് സാദവും, എന്തെല്ലാം ചോറുകൾ ഒരുക്കി വെക്കണം, വിവിധങ്ങളായ അന്നങ്ങൾ ഒരുക്കി വെക്കണം. അതുപോലെ നെയ്യ്, ദധി, തൈര്, ലാജാഹ, മലര്, പുഷ്കലാഹ, ദക്ഷിണാഹ, ധാരാളം ദക്ഷിണകൾ എല്ലാവർക്കും കൊടുക്കാൻ വേണം. അലം പ്രകാമം യദ്ഭവേത്, എല്ലാവർക്കും മതി മതി എന്ന് ഇഷ്ടം പോലെ ആവണം ദക്ഷിണയൊക്കെ കൊടുക്കുന്നത്. സത്കൃത്യ, അങ്ങനെ എല്ലാവരെയും സൽക്കരിച്ച് സ്വഹ പ്രഭാതേ പ്രദീയതാം, നാളെ രാവിലെ ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദാനം ചെയ്യപ്പെടണം. സൂര്യേ അഭ്യുദിത മാത്രേ ശോഭവിതാ സ്വസ്തി വാചനം ബ്രാഹ്മണാശ്ച നിമന്ത്ര്യന്താം കൽപ്യന്താം ആസനാനി ച. സ്വഹ, നാളെ സൂര്യേ അഭ്യുദിത മാത്രേ ച, സൂര്യൻ ഉദിക്കുന്ന മാത്രയിൽ തന്നെ സ്വസ്തിവാചനം ഭവിതാ, സ്വസ്തി മന്ത്രങ്ങളുടെ ഉച്ചാരണങ്ങൾ ഭവിക്കട്ടെ. ബ്രാഹ്മണർ വന്ന് ശാന്തി മന്ത്രങ്ങളും നല്ല സൂക്തങ്ങളും എല്ലാം ചൊല്ലുമാറാകട്ടെ. ബ്രാഹ്മണാഹ നിമന്ത്ര്യന്താം, എല്ലാ ബ്രാഹ്മണരും ക്ഷണിക്കപ്പെടണം. ആസനാനി കൽപ്യന്താം, എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടട്ടെ. ആബദ്ധ്യന്താം പതാകാശ്ച രാജമാർഗശ്ച സിച്യതാം,
പതാകാഹ ആബദ്ധ്യന്താം, വഴിനീള കൊടിക്കൂറകൾ ബന്ധിക്കപ്പെടട്ടെ, തോരണങ്ങൾ കെട്ടപ്പെടട്ടെ. രാജമാർഗ സിജ്യതാം, രാജമാർഗം വലിയ വഴികളെല്ലാം സേചനം ചെയ്യപ്പെടട്ടെ. സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം കൊണ്ട് വഴിയിലൊക്കെ തളിക്കണം. സർവേച താളാവചര ഗണികാശ്ച സ്വലംകൃതാഃ കക്ഷ്യാം ദ്വിതീയാം ആസാദ്യ തിഷ്ഠന്തു നൃപവേശ്മനഃ. സർവേ താളാവചരാഃ, താളങ്ങൾ പ്രയോഗിക്കുന്നവർ, വാദ്യഘോഷങ്ങളൊക്കെ പ്രയോഗിക്കുന്നവർ, അതുപോലെ ഗണികാഹ ദാസിമാര്, നൃത്തം വെക്കുന്നവര്, സ്വലംകൃതാഹ നല്ലോണം അലങ്കാരങ്ങളൊക്കെ ചെയ്തവരായിട്ട്, നൃപവേശ്മനഃ ദ്വിതീയാം കക്ഷ്യാം ആസാദ്യ തിഷ്ഠന്തു, രാജകൊട്ടാരത്തിന്റെ രണ്ടാമത്തെ പ്രാകാരത്തിൽ, കക്ഷ എന്ന് പറഞ്ഞാൽ ഓരോരോ വിഭാഗങ്ങളാണ്. അപ്പൊ ആ രണ്ടാമത്തെ ഭാഗത്ത് വന്ന് നിലനിൽക്കട്ടെ. ഓരോ ഭാഗത്തും ഓരോരുത്തർക്കും സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും വരവേൽക്കാനായിക്കൊണ്ട് എല്ലാ നാട്യങ്ങളും വാദ്യങ്ങളും ഗീതങ്ങളും ഒക്കെ മുഴക്കപ്പെടട്ടെ. ദേവായതന ചൈത്യേഷു സാന്നഭക്ഷാഃ സദക്ഷിണാഃ ഉപസ്ഥാപയിതവ്യാസ്യുഃ മാല്യയോഗ്യാഃ പൃഥക് പൃഥക്. ദേവ ആയതന ചൈത്യേഷു, ദേവായതനങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങൾ, അതുപോലെ ചൈത്യങ്ങൾ എന്ന് പറഞ്ഞാലും വഴിയമ്പലങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ അന്നഭക്ഷാഹ, അന്നങ്ങളും ഭക്ഷ്യങ്ങളും എല്ലാം നിരത്തി വെക്കപ്പെടട്ടെ. ആരും വന്നവരാരും ഭക്ഷണം കഴിക്കാതെ പോകരുത്. എല്ലാവർക്കും അന്നദാനങ്ങൾ യഥേഷ്ടം നടക്കണം. സദക്ഷിണാഹ, എല്ലാവർക്കും ദക്ഷിണകൾ കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാവട്ടെ. മാല്യയോഗ്യാഹ, എല്ലാം പൂമാലകളെ കൊണ്ട് അലങ്കൃതങ്ങളാവട്ടെ. പൃഥക് പൃഥക് ഉപസ്ഥാപയിതവ്യാഃ സ്യുഃ, വേറെ വേറെ പലയിടത്തായിട്ട് കരുതപ്പെടട്ടെ. ഒരു ഭാഗത്ത് എല്ലാവരും കൂടി ആക്രമിക്കാൻ പാടില്ല, അല്ലേ? അപ്പൊ വേറെ 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 വ്യത്യസ്തങ്ങളായിട്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ ലഭിക്കുന്ന രീതിയിലെല്ലാം അറേഞ്ച് ചെയ്യണം. ദീർഘാസിബദ്ധായോധാശ്ച സന്നദ്ധാമൃഷ്ടവാസസഃ മഹാരാജാങ്കണം സർവേ പ്രവിശന്തു മഹോദയം. യോദ്ധാക്കന്മാര് സർവേ ദീർഘാസിബദ്ധാഃ, നല്ല നീളമുള്ള വാളുകൾ കയ്യിൽ പിടിച്ചവരായിട്ട്, ബന്ധിച്ചവരായിട്ട്, സന്നദ്ധാഃ സമ്യക്കായി നഗ്നന്മാരായിട്ട്, കവചങ്ങളെല്ലാം ധരിച്ച് പടച്ചട്ടകളെല്ലാം ധരിച്ചവരായിട്ട്, മൃഷ്ടവാസസഃ നല്ല സെറിമോണിയൽ പരേഡ് പോലെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച്, നല്ല ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച്, മഹോദയം മഹാരാജാങ്കണം പ്രവിശന്തു, ആ ഉത്സവത്തോടുകൂടിയ മുറ്റത്ത്, രാജധാനിയുടെ തിരുമുറ്റത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കട്ടെ. ഏവം വ്യാദിശ്യ വിപ്രൗതൗ ക്രിയാസ്തത്ര വിനിഷ്ഠിതൗ ചക്രതുശ്ചൈവ യച്ഛേഷം പാർത്ഥിവായ നിവേദ്യ ച. വിനിഷ്ഠിതൗ തൗ വിപ്രൗ ച ഏവം വ്യാദിശ്യ, ആ വളരെ പ്രഗത്ഭരായ, എല്ലാ കാര്യത്തിലും നല്ല എന്താ പറയാ അനുഭവ സമ്പത്തുള്ള രണ്ടുപേരും, വസിഷ്ഠ വാമദേവന്മാർ, രണ്ട് പുരോഹിതന്മാരും ഇപ്രകാരം ആ കിങ്കരന്മാരോട് ആദേശിച്ച ശേഷം തത്ര ക്രിയാഹ പാർത്ഥിവായ നിവേദ്യ, ഇനി നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് രാജാവിനോട് പറഞ്ഞുകൊടുത്ത്, ശേഷം ച യത് ഏവ ചക്രതുഹു, ബാക്കിയും ഏതേത് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അവരൊക്കെ രണ്ടുപേരും വസിഷ്ഠ വാമദേവാദികൾ ചെയ്തു. കൃതം ഇത്യേവ ചാബ്രൂതാം അഭിഗമ്യ ജഗൽപതിം യഥോക്തവചനം പ്രീതൗ ഹർഷയുക്തൗ ദ്വിജർഷഭൗ. കൃതം ഇത്യേവ ച അബ്രൂതാം, അഭിഗമ്യ ജഗൽപതി, ആ രാജാവിനോട് വന്ന് രണ്ടുപേരും പറഞ്ഞു, വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് രണ്ടുപേരും വന്ന് പറഞ്ഞു. യഥോക്തവചനം, അന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രീതരായിട്ട്, ഹർഷയുക്തൗ ദ്വിജർഷഭൗ, സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വന്ന് അറിയിച്ചു. തദ സുമന്ത്രം ദ്യുതിമാൻ രാജാവചനമബ്രവീത് രാമകൃതാത്മാ ഭവത ശീഘ്രം ആനീയതാം ഇതി. തദ അനന്തരം ദ്യുതിമാൻ കൃതാത്മാ രാജ, ആ എല്ലാ കാന്തിയോടും കൂടിയവനായ പുണ്യശാലിയായ ദശരഥൻ, സുമന്ത്രം ഇതി വചനം അബ്രവി, തന്റെ ഏറ്റവും പ്രധാനമന്ത്രിയും സാരഥിയും എല്ലാമായ ആ സുമന്ത്രരോട് ഇതി വചനം ഇപ്രകാരം അബ്രവീത് പറഞ്ഞു. രാമഃ ഭവതാ ശീഘ്രമാനീയത, രാമൻ അങ്ങയാൽ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരപ്പെടട്ടെ എന്നാണ് അല്ലെ. അധ്യാത്മരാമായണത്തില് വസിഷ്ഠ മഹർഷി രാമന്റെ അന്തഃപുരത്തിൽ ചെന്നാണ് വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്.
ഇവിടെ ദശരഥൻ രാമനെ ഇങ്ങോട്ട് സഭയിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാമഃ ഭവതാ ശീഘ്രമാനീയതാം, രാമൻ വേഗം കൊണ്ടുവരപ്പെടട്ടെ. സ തഥേതി പ്രതിജ്ഞായ സുമന്ത്രോ രാജശാസനാത് രാമം തത്രാനയാൻ ചക്രേ രഥേന രതിനാംബരം. സഹ തഥാ ഇതി പ്രതിജ്ഞായ സുമന്ത്രഃ, ആ സുമന്ത്രൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതിജ്ഞ ചെയ്ത് രാജശാസനാത് രാജാവിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് രാമം തത്ര ആനയാൻ ചക്രേ രഥേന രഥിനാംബരം. രഥിനാംബരം രാമം, രഥികളിൽ വെച്ച് ശ്രേഷ്ഠനായ രാമനെ രഥത്തിൽ ആനയാൻ ചക്ര അവിടേക്ക് ആനയിച്ചു കൊണ്ടുവന്നു സുമന്ത്രരെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ മഹാരഥിയായ ശ്രീരാമനെ രഥത്തിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുവന്നു. ഇനി ആ രാമൻ ദശരഥനെ വന്ന് വണങ്ങുന്നതും ദശരഥൻ രാമന് കൊടുക്കുന്ന ആജ്ഞകളൊക്കെയാണ് നമുക്ക് നാളെ തുടരാം. അപ്പൊ രാമൻ ഇപ്പൊ ദശരഥന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് നിൽപ്പുണ്ട്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെ വൈകുന്നേരം 6 മണിക്ക് കാണാം. വല്ല പ്രസാദമുണ്ടോ? കൊണ്ടുവരുന്നുണ്ടോ? പ്രസാദമുണ്ട്, വാങ്ങിച്ചിട്ട് വേണം പോവാം. എല്ലാവർക്കും ശുഭരാത്രി.